കൗമ്പായി മാഷ്, മറ്റ് പ്രിയരെ, ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ 9 ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് എന്ന് പറയുന്ന ഈ എക്സിബിഷനെ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രയോഗമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ അതിലെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നന്ദി പറയുന്നു. ഇത് ഇവിടെ സംഘടിപ്പിച്ചത് തൃശ്ശൂരിലെ സമദർശിയും അതുപോലെ തന്നെ ജനാധിപത്യ മതേതര കൂട്ടായ്മയുമാണ്. അതിനെ മുന്നിൽ നിന്ന് നയിച്ചത് എൻ്റെ സംഘാടക സമിതി ചെയർമാനായ നാരായണ മാഷും കൺവീനറായ ജോസുമാണ്. ഇതിൽ ഈ എക്സിബിഷൻ സംഘടിപ്പിക്കാൻ ഇപ്പം എൻ്റെ പേര് കൂടി അതിലുണ്ടെങ്കിലും അതിനുവേണ്ടി വലിയ ഊർജം വ്യയം ചെയ്തത് സുധീഷ് എഴുവത്തും അതുപോലെ തന്നെ മുരളി ചീരോത്തും, അതിനൊരു ബൗദ്ധികമായ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സപ്പോർട്ട് നൽകിയത് ഇന്ന് ഇവിടെ നമ്മുടെ കൂട്ടത്തിലില്ലാത്ത ലണ്ടനിൽ താമസിക്കുന്ന ജയരാജ് സുന്ദരേശനുമാണ്. അവരെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഇവിടെ മാഷ് RSSനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ പ്രഭാഷണം ചെയ്യാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് രേവതി, നമ്മുടെ മുന്നിലിരിക്കുന്ന നാളെ നമ്മളോട് സംസാരിക്കുന്ന രേവതി ലോൾ പറയുണ്ടായിരുന്നു, ഈ റെഡ് ഫോർട്ടിലെ മോഡിയുടെ പ്രഭാഷണത്തെ അനുസ്മരിച്ചിട്ട് വേണം തുടങ്ങാനെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ സ്പീച്ചിൽ പ്രധാനമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വലിയ ലെഗസി പിൻപറ്റുന്ന പ്രസ്ഥാനമായി അവതരിപ്പിച്ച ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് RSS ആണ്. 100 വർഷം തികയാൻ പോവാണ്. ഈ കഴിഞ്ഞ 2 മാസം, ഇനി ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ഒക്ടോബറിലെ വിജയദശമി ദിനം എത്തിക്കഴിഞ്ഞാൽ RSSന് 100 വയസ്സ് പൂർത്തിയാവുകയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, RSSനെ ഈ 100-ാം വർഷത്തിൽ ലെജിറ്റിമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനമായി അത് മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഈ നമ്മൾ സാധാരണ ഫാസിസം എന്ന് കേൾക്കുമ്പോൾ ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെയാണ് നമ്മുടെ വായിൽ വരിക. അല്ലെങ്കിൽ കുറച്ച് കൂടി പോയാൽ ഫ്രാങ്കോ വരും, സ്പെയിനിലെ ഫ്രാങ്കോ വരും. അവിടെയാണ് യൂറോപ്യൻ ഫാസിസത്തിൻ്റെ അങ്ങനെ പ്രധാനപ്പെട്ട 3 പേരെ നമ്മൾ ഓർക്കും ഫാസിസം എന്ന് കേൾക്കുമ്പോൾ. ഇതൊക്കെ തന്നെ ഹിറ്റ്ലർ ആയാലും മുസോളിനി ആയാലും ഫ്രാങ്കോ ആയാലും ഒക്കെ 10-15 വർഷം മാത്രം നീണ്ടു നിന്ന ഒരു പ്രതിഭാസമാണെന്ന് നമ്മൾ ഓർക്കുക. അത് ഒരു മിന്നൽ പോലെ വന്ന് അതുപോലെ തന്നെ മാഞ്ഞു പോയ ഒന്നാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനേറെയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഫാസിസ്റ്റുകളൊക്കെ തന്നെ, യൂറോപ്യൻ ഫാസിസ്റ്റുകളൊക്കെ തന്നെ അവരധികാര കസേരയിൽ എത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള പട്ടാള അട്ടിമറി കൂടിയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന തരത്തിലുള്ള സൈനികമായിട്ടുള്ള സബോട്ടാഷ് ഒന്നും നടത്തിയിട്ടല്ല, മറിച്ച് ജനാധിപത്യ വ്യവസ്ഥിതി കൂടിയാണ്. വോട്ട് വാങ്ങിയിട്ടാണ് ഹിറ്റ്ലർ കസേര കയറിയത്, മുസോളിനി കസേര കയറിയത് എന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അവരാരും ഇറങ്ങിപ്പോയത് വോട്ട് ചെയ്ത് തോൽപ്പിച്ചിട്ടല്ല, മറിച്ച് യുദ്ധത്തിലാണ് അവർ പരാജയപ്പെട്ടതെന്നുള്ള വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ ഒരു യൂറോപ്യൻ തകർച്ച എന്ന് പറയുന്നത് 2-ാം ലോകയുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അല്ലാതെ ജനാധിപത്യപരമായി അവരെ താഴെ ഇറക്കാനുള്ള ഒരു ഊർജം ജനതയ്ക്കുള്ളിൽ ഉണ്ടായിട്ട് അല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ അതിനുള്ള തെളിവ് നമ്മുടെ പക്കലില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ മാർഗങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ ഫാസിസത്തോട് എങ്ങനെ പൊരുതാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള നമ്മൾ അർപ്പിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അംനീഷ്യയാണ്, കൾച്ചറൽ അംനീഷ്യയാണ്. ഈ RSSനെ 100 വർഷം കഴിഞ്ഞ് പുകഴ്ത്തുമ്പോൾ ഒരു നാഷണൽ മീഡിയ പോലും ഈ സംഘടനയാണ് ഏറ്റവും ആദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടന എന്ന് ഒരാളും ഓർക്കുന്നില്ല. ഒരിടത്തും അങ്ങനെ ആ തരത്തിലുള്ള ഒരു പരാമർശവും കടന്നു വരുന്നില്ല. നമുക്കറിയാം, ഈ RSSനെ
സ്വാതന്ത്ര്യം കിട്ടി അല്പനാളുകൾക്കുള്ളിൽ തന്നെ ഗാന്ധിവധം കഴിഞ്ഞ് ജനുവരി 30-ന് ഗാന്ധി വധിക്കപ്പെടുന്നു. ഫെബ്രുവരി 4-ന് 1948 ഫെബ്രുവരി 4-ന് RSSനെ നിരോധിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സർദാർ പട്ടേൽ പുറത്തിറക്കുന്നു. ആ കമ്മ്യൂണിക്കെ നമ്മുടെ ഒക്കെ പൊതുവേദിയിൽ പൊതുമണ്ഡലത്തിൽ അത് വിസിബിളാണ്. ആ കമ്മ്യൂണിക്കയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം RSSനെ നിരോധിച്ചത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഭീകരവാദ സംഘടനയായതിനാലാണ്, അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയായതിനാലാണ് അതിനെ നിരോധിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ കൊലകൾ ചെയ്തു, നിങ്ങൾ ഇന്ത്യയിൽ കൊള്ളിവയ്പ് നടത്തി, നിങ്ങൾ ഇന്ത്യയിൽ ജനജീവിതത്തിന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി, അവസാനമായി നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഗാന്ധിയുടെ വധത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയതുകൊണ്ട് നിങ്ങളെ നിരോധിക്കുന്നു എന്നുള്ളതാണ് അതിൽ വ്യക്തമായി പറയുന്ന കാര്യം. തുടർന്ന് ആദ്യം അറസ്റ്റിലാവുന്നത് സവർക്കർ പ്രതിയായിരുന്നു, സവർക്കർ 7ാം പ്രതിയായിരുന്നു. പക്ഷേ സവർക്കറേക്കാളും മുമ്പ് അറസ്റ്റിലാവുന്നത് ഗോൾവാൾക്കറാണ്. ഗോൾവാൾക്കർ ആ ദിവസം തന്നെ ഫെബ്രുവരി 2-ന് തന്നെ നാഗ്പൂരിൽ അറസ്റ്റിലാവുന്നു. 6 മാസം ജയിലിൽ കിടക്കുന്നുണ്ട്. RSS ഡിസ്ബാൻഡ് ചെയ്യപ്പെട്ടു, പിരിച്ചുവിടപ്പെട്ടു. RSSൻ്റെ എല്ലാ നേതാക്കളും ജയിലിലായി. അന്ന് ആൾവാർ ജയിലിൽ കിടന്ന ഒരാളാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയ LK അദ്വാനി എന്ന് പറയുന്ന അന്നത്തെ യുവപ്രചാരകൻ. ഗാന്ധിവധത്തിൻ്റെ പേരിൽ RSSലെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തപ്പോൾ, പ്രധാനപ്പെട്ട പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അന്ന് ആൾവാറിൽ അറസ്റ്റിലാക്കപ്പെട്ട ഒരു പ്രചാരകനായിരുന്നു LK അദ്വാനി എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന മാഷ് പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാവരെയും ഏതെങ്കിലും തരത്തിൽ ലെജിറ്റിമൈസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 1.5 വർഷമാണ് പുറത്തു നിന്നത്. അല്ലാതെ ചെറിയ നിരോധനമായിരുന്നില്ല, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒന്നും ആയിരുന്നില്ല. 1.5 വർഷത്തോളം RSSന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഗോൾവാൾക്കർ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചാൽ, അല്ലെങ്കിൽ ഗോൾവാൾക്കർ നടത്തിയ നടപടികൾ എന്ന് പറയുന്നത്, ഒന്ന്, അത് കോൺഗ്രസുമായി സന്ധി ചെയ്യാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ഹിന്ദു മൗലികവാദി ബ്രാഹ്മണിസം കൊണ്ടു നടക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾക്ക് വലിയൊരു സംഘടനയായിട്ടത് മാറിയിരുന്നു. അപ്പോൾ RSSന് അണികളുണ്ടായിട്ടുണ്ട്. അന്ന് ചെറിയ സംഘടനയല്ല അത്. അന്ന് 48-ൽ ഒരു അത്യാവശ്യം കലാപം നടത്താനുള്ള ശേഷിയുള്ള സംഘടനയായിട്ട് അത് മാറിയിരുന്നു. പക്ഷേ ആദ്യം തന്നെ അതിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം തിരിച്ചറിഞ്ഞ ഒരാളെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു വളരെ തുടക്കം തൊട്ട് RSS ഫാസിസ്റ്റ് സംഘടനയാണെന്ന്, അല്ലാതെ അതിന് മറ്റു തരത്തിലല്ല, ഫാസിസ്റ്റ് സംഘടനയാണെന്ന് നിരവധി തവണ ആ സ്റ്റേറ്റുകളിലെ പ്രധാനമന്ത്രിമാർക്ക് കത്തെഴുതുന്നുണ്ട്, കോൺഗ്രസ്സിലെ നേതാക്കളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരാൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു മുഖ്യ വില്ലനായിട്ട് ഇന്നും അവരുടെ മുന്നിൽ തീരുന്നതും. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഗാന്ധിയായിരുന്നു. ഗാന്ധി നെഹ്റുവിനെ പോലെ ഒരു തരത്തിൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ടല്ല മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം മനസ്സിലാക്കുന്നത്. മറിച്ച് ഒരു വയലൻസിനെ കേറ്റർ ചെയ്യുന്ന ഒരു വലിയ ക്യാൻസറായിട്ടാണ്, ജനജീവിതത്തെ ബാധിക്കുന്ന ക്യാൻസറായിട്ട് ഒരു പക്ഷേ ഒരു മോറൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് RSSനെ തിരിച്ചറിയുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗാന്ധിവധത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ കലാപകലുഷിതമായ ഡൽഹിയിൽ വെച്ചിട്ട് ഗാന്ധി അന്നത്തെ ഒരു രീതി അനുസരിച്ച് എല്ലാവരോടും ഒരു സംവാദത്തിന് പോയിരുന്നു. സ്വാഭാവികമായി അന്ന് RSSുമായിട്ട് സംവാദം നടത്തുന്നുണ്ട് കലാപം നിർത്താൻ വേണ്ടി. വസന്തറാവു ഓക്കിനെ പോലെയുള്ള ഒരാളാണ്, ചിത്പാവൻ ബ്രാഹ്മൺ എന്നാണ് അന്ന് ഈ ഡൽഹിയിൽ ഗോൾവാൾക്കറുടെ വലങ്കൈയായിട്ട് RSSനെ നയിച്ചിരുന്നത്. ഈ വസന്തറാവു ഓക്കായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്, RSSൻ്റെ ക്യാമ്പിൽ പോയിട്ട് തന്നെ സംഭാഷണം നടത്തുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഗാന്ധിയുടെ പേഴ്സണൽ ഫിസീഷ്യയായിരുന്ന, ഗാന്ധിയുടെ ഒരു പേഴ്സണൽ ഡോക്ടർ എന്ന് വിളിക്കാവുന്ന സുശീല നയ്യാർ ഗാന്ധിയോട് പറയുന്നുണ്ട്, അവർ നല്ല ആളുകളാണ്, കാരണം അവർ ചില ക്യാമ്പുകളിൽ, ഇപ്പം സുശീല നയ്യാർ പഞ്ചാബ് ഭാഗത്തെ ക്യാമ്പുകളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഈ വിഭജനത്തോടനുബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് പടിഞ്ഞാറൻ അതിർത്തിയിൽ
ഹിന്ദുക്കളും സിഖുകാരുമാണ് കൂടുതൽ ആക്രമണത്തിന് വിധേയമായിരുന്നത്. അതുകൊണ്ട് ആ ക്യാമ്പുകളിൽ അവർ നന്നായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഗാന്ധി തിരിച്ചു പറയുന്ന വാചകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. സാധാരണഗതിയിൽ ഗാന്ധി പറയാത്തൊരു വാചകമാണ് ദേ ആർ ഫാസിസ്റ്റ്, ഹാർഡ് ഫാസിസ്റ്റ് എന്ന് പറയുന്ന വാചകം അവിടെ ഗാന്ധി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 1.5 വർഷം പുറത്ത് നിൽക്കുന്നു. 1.5 വർഷം പുറത്ത് നിന്നിട്ട് ഇവരെ ഗോൾവാൾക്കർ സ്വാഭാവികമായി RSSനെ റിവൈവ് ചെയ്യാനുള്ള നടപടി ആരംഭിക്കുന്നു. അതിന് നെഹ്റുവിനെ കാണാൻ ആവശ്യപ്പെടുന്നു. നെഹ്റു പറയുന്ന ആ റിക്വസ്റ്റ് നിരാകരിക്കുന്നു. സ്വാഭാവികമായിട്ട് പട്ടേലിൻ്റെ കോൺഗ്രസിൻ്റെ ഉള്ളിലെ തന്നെ വലതുപക്ഷത്തിൻ്റെ നേതാവായിരുന്ന പട്ടേലിനെയാണ് നേരിൽ കണ്ട് ഗോൾവാൾക്കർ സംസാരിക്കുന്നത്. പക്ഷെ പട്ടേലും ആ സമയത്ത് RSSനെതിരായിട്ടുള്ള വലിയ ഷാർപ്പായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. പട്ടേൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കണം. നമ്മളിപ്പോൾ ഈ കോൺട്രാഡിക്ഷൻ ആലോചിക്കണം. ഇന്ന് ത്രിവർണ്ണ പതാക ദേശീയത എന്നൊക്കെ പറയുന്നത് അവർ കണ്ടുപിടിച്ച പോലെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യ സ്വതന്ത്രമായ കാലത്ത് RSS ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാണ്, ജെറുവ ഫ്ലാഗാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ പതാക ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. വെറുതെ അല്ല ഗവർണർ അവിടെ ഈ കാവിക്കൊടി പതിച്ച ഭാരതമാതാവിനെ കൊണ്ടുവയ്ക്കുന്നത്. ഇതൊക്കെ ഹിസ്റ്റോറിക്കലാണ്, അല്ലാതെ ഒരു സന്ദർഭത്തിൽ പൊളിറ്റിക്കലായിട്ട് വെക്കുന്നതല്ല. അവർ ജെറുവ ഫ്ലാഗാണ്, ഈ 2ആയിട്ട് പിരിഞ്ഞ ഈ കാവിക്കൊടിയാണ്, ശിവജിയുടെ സൈന്യത്തിൻ്റെ കൊടിയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതും ആവശ്യപ്പെട്ടിരുന്നതും. രണ്ടാമത്തെ കാര്യം, അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനാ അസംബ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർ അംഗീകരിച്ചിരുന്നില്ല. ഈ ഭരണഘടന എന്ന് പറയുന്ന ആശയത്തെ തന്നെ RSS വലിയ ശക്തമായിട്ട് എതിർത്തിരുന്നു. അപ്പോൾ പട്ടേൽ ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ത്രിവർണ്ണ പതാക നിങ്ങൾ അംഗീകരിക്കണം, ഇന്ത്യയുടെ കൊടിയായിട്ട് അംഗീകരിക്കണം. രണ്ടാമത് ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്ന ഭരണഘടനയെ നിങ്ങൾ അനുസരിക്കണം, അംഗീകരിക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു വന്നാൽ നിരോധനത്തെക്കുറിച്ചുള്ള കാര്യം അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് ആലോചിച്ച് തുടങ്ങാം എന്ന് പറയുന്ന മറുപടിയാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഗോൾവാൾക്കറിന് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഗാന്ധിവാദത്തിന് ശേഷം അങ്ങേയറ്റം അൺപോപ്പുലറായി RSSൻ്റെ നാഗ്പൂരുള്ള കാര്യാലയം ആക്രമിക്കപ്പെട്ടു. ഇപ്പുറത്ത് സവർക്കർ സദൻ എന്ന് പറയുന്ന ദാദറിലെ 3 നിലയുള്ള വസതി ആക്രമിക്കപ്പെട്ടു. ഗോഡ്സെയുടെ വസതി ആക്രമിക്കപ്പെട്ടു. അന്ന് ഈ പറയുന്ന ഗാന്ധിവധത്തിന് സൂത്രധാരരും സഹായികളും എന്ന് പറയുന്ന എല്ലാവരെയും ഇന്ത്യയിലെ ജനങ്ങൾ കയറി ആക്രമിക്കുന്നുണ്ട്. സവർക്കർ സദൻ തീയിടാൻ വരുമ്പോൾ ജിമ്മി നാഗർവാല എന്ന് പറയുന്ന പോലീസുകാരനാണ്, സവർക്കറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്ന പോലീസുകാരനാണ് അതിനെ തടയുന്നത്. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനരോഷം മുഴുവൻ അവർക്കെതിരായി എന്ന നില വന്നപ്പോൾ ഗോൾവാൾക്കർക്ക് എന്ത് വില കൊടുത്തും RSSനെ ഇന്ത്യയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് 2ഉം അംഗീകരിച്ച് കത്ത് കൊടുക്കുന്നത്. ഞങ്ങൾ ഇന്നു മുതൽ ത്രിവർണ്ണ പതാക അംഗീകരിക്കുന്നു, ഞങ്ങൾ ഇന്നു മുതൽ വരാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ എന്തായാലും ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും നിരോധനം പിൻവലിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്, അന്നത്തെ സർവകക്ഷി ഗവൺമെൻറ്റാണെന്ന് ഓർക്കണം. അന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അല്ല ആദ്യത്തെ ഗവൺമെൻറ്, മറിച്ച് അതൊരു സർവകക്ഷി ഗവൺമെൻറ്റാണ്. അധികാര കൈമാറ്റത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഇടക്കാല സംവിധാനമാണ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രി. കോൺഗ്രസ്സുകാർ മാത്രമല്ല മന്ത്രിസഭയിലുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ, നമുക്കൊക്കെ അറിയാവുന്ന പോലെ അംബേദ്കറാണ് SC/ST ഫെഡറേഷൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ നിയമമന്ത്രിയായിട്ട് അതിലുള്ളത്. സിഖുകാരുടെ പ്രതിനിധിയായിട്ട് പാന്തിക് പാർട്ടിയുടെ ബൽദേവ് സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയും ആ മന്ത്രിസഭയിലുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി വ്യവസായ മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടക്കാല മന്ത്രിസഭയിൽ അവരുടെ പ്രതിനിധി പോലും ഉണ്ടെന്ന് ഓർക്കണം. എന്നിട്ടും ആ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്നവർക്കെതിരായിട്ടാണ് സർദാർ പട്ടേൽ പിന്നീട് കൊടുക്കുന്ന കമ്മ്യൂണിക്കയിൽ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിച്ചാൽ പോരാ, അല്ലെങ്കിൽ ജനാധിപത്യത്തെ അംഗീകരിച്ചു എന്ന് എഴുതി തന്നാൽ പോരാ, നിങ്ങൾക്കുള്ളിൽ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കണം.
അത് RSS ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ RSSന്റെ അംഗങ്ങൾ ഏതാണെന്ന് ഒരാൾക്കും അന്വേഷിച്ച് അറിയാൻ പറ്റില്ല. അംഗത്വ രജിസ്റ്റർ ഇല്ല, അല്ലെങ്കിൽ RSSന് ഭാരവാഹികളില്ല. ആകെയുള്ള ഒരു സർസംഘ് ചാലക് മാത്രമാണ്. ഗുരുജി എന്ന് അവർ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ഗോൾവാൾക്കർ മാത്രമാണ് സർസംഘ് ചാലക്. പിന്നെ ആരൊക്കെ ഈ സംഘടനയിലുണ്ട്, ആരൊക്കെയാണ് ഇത് ഉള്ളത് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തെളിവില്ലാതെ രഹസ്യ സംഘടനയായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ഭരണഘടന ഉണ്ടാക്കുക. ആ ഭരണഘടന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാവുക. അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിരോധനം പിൻവലിക്കുന്നത് ആലോചിക്കാമെന്ന് ആണ് പട്ടേൽ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവർ ബാലാസാഹേബ് ദേവരസ്, പിൽക്കാലത്ത് സർസംഘ് ചാലക്കായി തീർന്ന ബാലാസാഹേബ് ദേവരസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കുന്നു. അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു. അത് വീണ്ടും സമർപ്പിക്കുന്നു. ഗവൺമെൻറ് അത് വായിച്ചു നോക്കിയിട്ട് വീണ്ടും തള്ളിക്കളയുന്നു. അവസാനം ഒരുപാട് ഗവൺമെൻറ് നിർദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരാൾ RSS പ്രവർത്തിക്കണമെങ്കിൽ അച്ഛൻ്റെ അമ്മയും കൺസെൻറ്റ് വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടനയായിരുന്നു. അത്തരം ഭീകര സംഘടനയായിട്ടാണ് അന്ന് RSSനെ ഒഫീഷ്യൽ ലെവലിൽ തന്നെ കണ്ടിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും സമ്മതമില്ലാതെ 18 വയസ്സിൽ താഴെ ഒരാളെ ചേർക്കാൻ പോലും കഴിയാത്ത സംഘടനയാണ് ഈ 100 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ചെയ്ത സംഘടനയായി നമുക്ക് മുന്നിൽ റെഡ് ഫോർട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല അത് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. ഒരു കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്കല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങളിൽ പടുത്തുയർത്ത ഭരണഘടന ഉപയോഗിച്ച് ആ ഭരണഘടനയെ നിലനിർത്തുന്ന പ്രവൃത്തികളെ ചെയ്യൂ എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത നേതാവാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അങ്ങനെയാണ് RSSന് നിരോധനം പിൻവലിക്കുന്നത്. അതായത് 49 ജൂലൈയിലാണ് ഈ നിരോധനം പിൻവലിക്കുന്നത്. അതുപോലും വായിച്ചു നോക്കിയാൽ ഇപ്പം നമ്മൾ ഞെട്ടിപ്പോവും. ആ നിരോധന പിൻവലിക്കുന്ന ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ പിൻവലിക്കൽ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സാങ്ഷൻ അല്ല. ഇത് താൽക്കാലികമാണ്. നിങ്ങൾ എഴുതി തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കും, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ അംഗീകരിക്കും, ഇതെല്ലാം നിങ്ങൾ എഴുതി തന്നിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും തെറ്റിച്ചാൽ ഉടൻ നിരോധിക്കാനുള്ള ആ പറയുന്ന ക്ലോസ് വെച്ചിട്ടാണ് ഈ അവസാനത്തെ നിരോധനം പിൻവലിക്കൽ പുറത്ത് ഇറക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും താൽക്കാലികമായി മാത്രം പ്രവർത്തന സ്വാതന്ത്ര്യമേ ഈ പറയുന്ന സംഘടനയ്ക്കുള്ളൂ. അപ്പോൾ അത് ആ തരത്തിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് മാഞ്ഞുപോയി. ഇന്ന് ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് മോഡിയായിട്ടാണ്, ദേശീയത എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യുന്നത് മോഡിയായിട്ടാണ്. ഈ തരത്തിൽ ദേശത്തെ സംബന്ധിച്ച എല്ലാ ആശയങ്ങളും, നാഷണാലിറ്റിയെ സംബന്ധിച്ച ആശയങ്ങൾ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നമുക്ക് യോജിപ്പുണ്ടായിക്കോട്ടെ വിയോജിപ്പാണ് ഉള്ളത് എന്നത് പോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുത്തക അവകാശം നമ്മൾ എവിടെ കൊണ്ടു കൊടുത്തിരിക്കുന്നു? ഈ പറയുന്ന ഭീകരവാദികളായ മനുഷ്യർക്ക്. ഭീകരവാദ സംഘടന ഉപയോഗിച്ച് ഇന്ത്യയിലെ മുഴുവൻ എല്ലാത്തരം മൂല്യങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പരസ്പര ബന്ധത്തെയും ഒക്കെ തകർക്കാൻ ശ്രമിച്ച സംഘടനയാണെന്ന് അവരുടെ നേതാവാണ് ഇന്ന് ഇന്ത്യയുടെ കസേരയിൽ കയറിയിരിക്കുന്നതെന്ന് ഓർക്കണം. അവിടെയാണ് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഈ ടോക്കിനുള്ള പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിയത് എന്നത് അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നീളവും വീതിയും കനവും അറിയണം. അല്ലാതെ നമ്മൾ ഇപ്പം നമ്മുടെ മുന്നിൽ ദിവസവും വന്നു വീഴുന്ന ഏതെങ്കിലും വാർത്താശകലത്തോട് പ്രതികരിക്കുക എന്നതിനപ്പുറം എന്താണ് ഇന്ത്യൻ ഫാസിസം എന്നുള്ളത് വ്യക്തമായിട്ട് തിരിച്ചറിയുക. ശത്രുവിനെ കണ്ടാൽ മനസ്സിലാവുക, അതിൻ്റെ മുഖച്ഛായ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് 2-3 തരത്തിൽ അതിനെ കാണാൻ കഴിയും. ഒന്ന്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള പെർസ്പെക്റ്റീവ് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് നമ്മൾ ബ്രാഹ്മണിസം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം എന്ന് വിളിക്കുന്ന ഒരു സംഗതി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ അല്ലെങ്കിൽ പോലും
ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം അതെങ്ങനെ അംഗീകരിച്ചു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആദ്യം നേരിടേണ്ടി വരും. രണ്ട്, എന്താണ് അതിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. മൂന്നാമത്തത്, ഇതിൻ്റെ പ്രാക്സിസ് എന്തായിരുന്നു എന്നുള്ളത്, ഇതിൻ്റെ പ്രയോഗം എങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് സവർക്കറൊക്കെ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററിൽ ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ വെച്ചു. ആ സവർക്കറെ വെച്ച് പുറത്തു വരുന്നു, സവർക്കറെ പറ്റി അറിയാവുന്ന ആളുകൾ മുഴുവൻ ഇത് ശരിയല്ല എന്ന് പറയുന്നു, അതിനെ വിമർശിക്കുന്നു, ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ എന്ന മട്ടിലുള്ള നിരവധി ആഖ്യാനങ്ങൾ അതിന് ബദലായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ RSSൻ്റെ പലരും EMS ഉദ്ധരിക്കുന്നുണ്ട്. EMSൻ്റെ പുസ്തകം, പലതരം പുസ്തകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാഷ് പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ലീഡർ തന്നെ ശരിയാണോ എന്ന് അറിയില്ല, എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ള കാരണം ഈ ഇതിൽ വരുന്ന മുഴുവൻ ശരിയാണോ എന്നറിയില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ വിഭാഗത്തിലെ ഒരു ലീഡർ തന്നെ ഇന്നലെ ആലപ്പുഴയിലോ മറ്റോ സവർക്കർ ഇന്ത്യൻ ദേശീയതയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ആളാണെന്ന് പ്രസ്താവിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നു. ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടാണ്. എന്തുകൊണ്ട് സവർക്കർ അവർ മുറുക്കി പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം ആണ് ഉള്ളത്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരേ ഒരാൾ സവർക്കറാണ്. ഗോൾവാൾക്കർ ഉപയോഗിക്കാൻ പറ്റില്ല, ഹെഡ്ഗാവറെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവരൊന്നും തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അയൽവക്കത്ത് കൂടെ പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഹെഡ്ഗേവാർ ആദ്യം തന്നെ പറഞ്ഞത്, ഒരാളും, യുവാക്കളാണല്ലോ RSSൽ അക്കാലത്ത് മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്, ഒരാളും സ്വാതന്ത്ര്യ സമരത്തിൽ പോയി ഊർജം വ്യയം ചെയ്യരുത് എന്ന കാര്യം നിരന്തരം ഊന്നി പറഞ്ഞിരുന്ന ആളാണ്. നമ്മുടെ പരിപാടി വേറെയാണ്, ആ പരിപാടിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ വക ചീള് കേസ് എന്നൊക്കെ പറഞ്ഞു വരും, അതിൽ ഇടപെടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ആളാണ് ഹെഡ്ഗേവാർ. ആ ഹെഡ്ഗേവാറിനെ ഉദ്ധരിക്കാൻ പറ്റില്ല, ഗോൾവാൾക്കർ ഉദ്ധരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഏക ആൾ സവർക്കറാണ്. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നിട്ടുണ്ട്, 28 വയസ്സ് വരെ നിന്നിട്ടുണ്ട്. ഇത് വളരെ സത്യമാണ്. പക്ഷെ അത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നില്ല ഈ 28 കൊല്ലവും, മറിച്ച് ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന വളരെ പ്രസക്തമാണ്. കാരണം ആ ചോദ്യം നമുക്ക് ഉന്നയിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ഫാസിസം നമ്മളെ ഭരിക്കും വരെ, നമ്മുടെ മേൽ അത് പതിക്കും വരെ, ഒരു തീമഴയായിട്ട് പതിക്കും വരെ നമ്മൾ ആ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, പൊതു നിർവചനം, സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള പൊതു നിർവചനം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർക്ക് എതിരെ ആരൊക്കെ നിന്നോ അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നതായിരുന്നു നമ്മുടെ പൊതു നിർവചനം. അങ്ങനെയാണ് പഴശ്ശിരാജ ആരാവുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനിയാവുന്നത്. പഴശ്ശിരാജ ജനാധിപത്യ മതേതര ഇന്ത്യ ഉണ്ടാക്കാനൊന്നല്ല പൊരുതിയത്. പഴശ്ശിരാജ എന്തിനാ സമരം ചെയ്ത്? നികുതി പിരിക്കാനുള്ള അവകാശം എൻ്റെ നിന്ന് എടുത്ത് അമ്മാവൻ്റെ മോന് കൊടുത്തു. എൻ്റെ കയ്യിലായിരുന്നപ്പോൾ ഞാൻ ബ്രിട്ടീഷുകാർക്ക് അനുകൂലിയായിരുന്നു. അത് അമ്മാവൻ്റെ മകന് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അമ്മാവന് കൊടുത്തപ്പോൾ ഞാൻ ബ്രിട്ടീഷുകാർക്ക് എതിരാവുന്നു. ഇത്രയേ ഉള്ളൂ. അധികാരത്തിൻ്റെ പ്രശ്നമാണ് അത്. അപ്പോൾ ഈ അധികാരത്തിൻ്റെ പ്രശ്നം മൂലം ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു, ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ടു. അതുകൊണ്ട് പഴശ്ശിരാജാവിനെ നമ്മൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന ആൾ എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അംഗീകരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെയാണ് എല്ലാ രാജ്യത്തും, എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ള ഒരു പൊതു നിർവചനം. ആ മാതൃകയിൽ തന്നെയാണ്. അല്ല, വേലുത്തമ്പി തളവ നമ്മൾ പറയും ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന ആളാണ്, ധീര ദേശാഭിമാനിയാണെന്ന് പറയും. വേലുത്തമ്പി തളവ സ്വന്തം രാജ്യത്തെ ഈ പറയുന്ന ദളിതരെ മുഴുവൻ കുഴിച്ചു മൂടിയെന്നാണ്, അല്ലേ? തളവാക്കുളം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാം, വൈക്കം ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന അവിടെയാണെന്നാണ് പറയുന്നത്. അതിന് ഹിസ്റ്റോറിക്കലായിട്ട് ചിലർ പറയുന്നുണ്ട് അതിന് തെളിവില്ല, വെറുതെ ഉണ്ടാക്കിയാണ്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഒരു ഹിന്ദു രാജ്യത്തിലെ, തിരുവിതാംകൂർ എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്തിലെ ദളവയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യ ഉണ്ടാക്കേണ്ട ഒരു ധാരണയിലൊന്നുമല്ല ബ്രിട്ടീഷുകാരായിട്ട് പൊരുതുന്നത്. മറിച്ച് ഇക്വേഷൻ മാറി, അധികാരത്തിൻ്റെ ഇക്വേഷൻ മാറുന്നു. ശത്രു ആയിരുന്ന ആൾ മിത്രാവുന്നു, മിത്രായിരുന്ന ആൾ ശത്രുവാകുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു വലിയ സേന ആയതുകൊണ്ട് അവർ ഏറ്റുമുട്ടുന്നു, അവരോട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്ത മനുഷ്യർ മരിച്ചു പോകുന്നു.
അപ്പം ഇങ്ങനെ നമ്മുടെ ഒരു പൊതു നിർവചനം വെച്ചിട്ട് നമ്മൾ ഒരുപാട് പേരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളത് തിരിച്ചറിയണം. നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നിർവചനം ഒന്ന് പുതുക്കേണ്ടതുണ്ട്. ആ പുതുക്കേണ്ടതിൻ്റെ കാരണം നമ്മളൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് നമ്മൾ വിളിക്കേണ്ട ആളുകൾ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പരിപ്രേക്ഷ്യത്തിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരാശയവുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് വിളിക്കേണ്ടത്. അല്ലാത്തവർ ബ്രിട്ടീഷ് വിരുദ്ധരായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവർ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയതിൻ്റെ കാരണം അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ചില താല്പര്യങ്ങളെ ബ്രിട്ടീഷുകാർ എതിർന്ന് നിന്നതുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ സവർക്കറുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ സവർക്കർ 2 സംഘടന ഉണ്ടാക്കുന്നുണ്ട്. സവർക്കറുടെ ചെറുപ്പത്തിൽ തന്നെ 2 സംഘടന ഉണ്ടാക്കുന്നുണ്ട്. 15 വയസ്സൊക്കെ ആയപ്പോഴേക്കും 2 ഒളി സംഘടന ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മിത്രമേള എന്ന് പറയുന്ന സംഘടനയാണ്. അതിനെ തന്നെ പിന്നത്തെ കൊല്ലമായപ്പോൾ അഭിനവ് ഭാരത് എന്നുള്ള പേരിൽ അതിനെ പുതുക്കി പണിതു. ഈ അഭിനവ് ഭാരതിൻ്റെയും മിത്രമേളയുടെയും ഒക്കെ പണി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധം നയിക്കാൻ തന്നെ ഉള്ളതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ 2 സംഘടനകളുടെയും അത് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം. പക്ഷെ എന്തുകൊണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചോദിക്കണം. എന്തുകൊണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ വളരെ പെക്യുലിയർ ആയിട്ടുള്ള, വളരെ ഒരുപക്ഷെ സവിശേഷമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ആ ചരിത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഹിന്ദു മതത്തിൻ്റെ ഘടന ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് ജാതിയിൽ അധിഷ്ഠിതമാണ്, അത് വർണ്ണാധിഷ്ഠിതമാണ്. അതിലെല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ശ്രേണീകൃത ഘടനയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു മതത്തിൻ്റെ ഈ ശ്രേണീകൃത ഘടന അനുസരിച്ച് രാജ്യം ഭരിക്കുന്നത് ക്ഷത്രിയനാണ് സാധാരണഗതിയിൽ, അല്ലേ? ഇപ്പോൾ വർമ്മമാരാണ് കൊച്ചി ഭരിച്ചിരുന്നത്. അല്ലെങ്കിൽ രാജസ്ഥാനിൽ പോവുകയാണെങ്കിൽ രാജ്പുത്തുകളാണ്. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വേറെ പേരിൽ അറിയപ്പെടുന്ന ഈ വാരിയർ കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആളുകളാണ് ഈ നാട്ടുരാജ്യങ്ങൾ, ഹിന്ദു നാട്ടുരാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് സവർക്കറുടെ ഈ മിത്രമേള ഉണ്ടാക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുവും കൂട്ടരൊക്കെ ജാതിക്കെതിരെ ഇങ്ങനെ പടപൊരുതുന്ന കാലത്താണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു ബ്രാഹ്മണിക പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബ്രാഹ്മണിക പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് പ്രൊവിൻസുകളായിരുന്നു. ഇപ്പോൾ ബോംബെ പ്രൊവിൻസ് ബ്രിട്ടീഷുകാരാണ്. സെൻട്രൽ പ്രൊവിൻസ് ഇന്നത്തെ മധ്യപ്രദേശ് അത് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. അല്ലെങ്കിൽ യുണൈറ്റഡ് പ്രൊവിൻസ്, ഐക്യ സംസ്ഥാനം എന്ന് വിളിക്കുന്ന ഇന്നത്തെ ഉത്തർപ്രദേശ്, അത് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മലബാർ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. അങ്ങനെ കുറേ ഭാഗം, ഭൂരിഭാഗം ബ്രിട്ടീഷ് അധീനതയിലാണ്. ബാക്കി 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങളിൽ കുറേ എണ്ണം ഹിന്ദുക്കൾ ഭരിക്കുന്നു, കുറേ എണ്ണം മുസ്ലിങ്ങൾ ഭരിക്കുന്നു. മുസ്ലിം രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. ഇപ്പം നൈസാമിനെ പോലെയുള്ളവർ ഹൈദരാബാദ് പോലെയുള്ള വലിയ പ്രദേശം ഭരിച്ചിരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ തിരുവിതാംകൂർ, കൊച്ചി പോലെയുള്ള, ഗ്വാളിയർ പോലെയുള്ള, ആൾവാർ പോലെയുള്ള, അല്ലെങ്കിൽ ഭരത്പൂർ പോലെയുള്ള ചെറിയ ചെറിയ അത്ര ചെറുതല്ലാത്ത നാട്ടുരാജ്യങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് ഹിന്ദു രാജാക്കന്മാരാണ്. ഈ ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലത്തും മുസ്ലിം രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലത്തും ഈവൻ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലത്തും ഈ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടിയിരുന്ന, പ്രിവിലേജ് കിട്ടിയിരുന്നത് സ്വാഭാവികമായും ബ്രാഹ്മണർക്കാണ്. കാരണം മേൽത്തട്ടിൽ നിൽക്കുന്ന ജനത അവരായതുകൊണ്ട് ഈ ഹിന്ദു ഭരിക്കുന്ന രാജ്യമായിക്കൊള്ളട്ടെ, മുസ്ലിം ഭരിക്കുന്ന രാജ്യമായിക്കൊള്ളട്ടെ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രദേശമായിക്കൊള്ളട്ടെ, എല്ലായിടത്തും ഇന്ത്യക്കാരിൽ, വെള്ളക്കാർക്കാണ് ഏറ്റവും സാമൂഹ്യ മേൽക്കോയ്മ വെള്ളക്കാർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ. പക്ഷേ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് അനുഭവിച്ചിരുന്ന ആൾക്കാർ ഈ ബ്രാഹ്മണർ ആയിരുന്നു. അപ്പോൾ സാമൂഹ്യ മേൽക്കോയ്മ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ മറാത്ത സാമ്രാജ്യം എന്ന് പറയുന്ന പൂനെ കേന്ദ്രമാക്കിയുള്ള ആ സാമ്രാജ്യത്തിൻ്റെ കഥയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറാത്ത സാമ്രാജ്യത്തിനെ വിപുലീകരിച്ചത് ശിവജി ആണെങ്കിലും അത് പതുക്കെ ബ്രാഹ്മണൻ്റെ കയ്യിൽ എത്തിച്ചു തരികയാണ്. പേഷ്വാമാർ എന്ന് വിളിക്കുന്ന ബാലാജി വിശ്വനാഥ് ഭട്ട് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ അധികാരം എത്തിച്ചു തരികയാണ്. അത് പേഷ്വാ സാമ്രാജ്യമായിട്ട് പരിവർത്തിക്കപ്പെടുകയാണ്. പേഷ്വയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അക്കാലത്ത്
ഒരു ബ്രാഹ്മണൻ നേരിട്ട് ഭരിക്കുന്ന രാജ്യം ഈ പേഷ്വ സാമ്രാജ്യം ആയിത്തീരുകയാണ്. തെക്ക് തഞ്ചാവൂർ വരെയുള്ള പ്രദേശം ഈ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പേഷ്വമാർ ഭരിക്കുമ്പോൾ അത്ര വലുപ്പമില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പിൽക്കാലത്ത് ബോംബെ പ്രൊവിൻസ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള പ്രദേശത്തിൻ്റെ ഇന്നത്തെ ഗുജറാത്തും മഹാരാഷ്ട്രയും കർണാടകയുടെ ഒരു ഭാഗവും ഒക്കെ അടങ്ങുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് അത് ഭരിച്ചിരുന്നത് ഈ പേഷ്വമാരായിരുന്നു. പേഷ്വമാർ ചിത്പാവൻ ബ്രാഹ്മിൻസ് ആയിരുന്നു. ഈ ചിത്പാവൻ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ മറാത്ത പ്രദേശത്തെ ബ്രാഹ്മണരിൽ തന്നെ 5% വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ്. ബ്രാഹ്മണർ തന്നെ ന്യൂനപക്ഷമാണ്. അതിൽ തന്നെ 5% വരുന്ന ഈ ചിത്പാവൻ ബ്രാഹ്മണന്മാരാണ് ഇത് ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഭരണം ഒരു പക്ഷേ ബ്രാഹ്മണ്യത്തെക്കുറിച്ചുള്ള യാഥാസ്ഥിതിക ധാരണകളിൽ നിന്ന് കുറച്ചുകൂടി അവരെ ആധുനികവൽക്കരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബ്രാഹ്മണിസം നിലനിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ശ്രുതി സ്മൃതി പുരാണോക്ത എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ്. ശ്രുതികൾ പറഞ്ഞു തരുന്നത്, സ്മൃതികൾ പറഞ്ഞു തരുന്നത്, പുരാണങ്ങൾ പറഞ്ഞു തരുന്നത് ഇതൊക്കെയാണെന്ന് അവർ അതൊരു കോഡ്, പീനൽ കോഡ് പോലെ ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് ആൾക്കാരെ പുറത്തു നിർത്തുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലക്കുകൾ മനുഷ്യർക്ക് ഉണ്ടാക്കുന്നു. അത് ശുദ്ധമായ ഒരു കൂട്ടമായിട്ട്, ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു കൂട്ടമായിട്ട് തങ്ങളെ തന്നെ നിർവചിക്കുന്നു. ബാക്കിയുള്ളവരും മുഴുവൻ അശുദ്ധരാണ്. ആ അശുദ്ധരെ മുഴുവൻ പുറത്തു വെക്കുന്നു. അതുകൊണ്ട് കൂട്ടി തൊടാൻ പറ്റില്ല. 36 അടി അകലെ നിൽക്കണം, 16 അടി അകലെ നിൽക്കണം, 64 അടി അകലെ നിൽക്കണം. അങ്ങനെ ശുദ്ധിയും അശുദ്ധിയും അതിൻ്റെ ഉള്ളിൽ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇപ്പം സവർക്കർ എന്ന ഒരു പ്രത്യേക സമയത്ത് പറയുന്നുണ്ട്, ഈ 6 ഷാക്കിൾസിനെ പറ്റി പറയുന്നുണ്ട്, 6 വിലക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ വ്യവസായ ബന്ദി എന്ന് പറയുന്ന ഒരു വിലക്കുണ്ട്. ഒരു ജാതിക്ക് കുലത്തൊഴിൽ ഏതാണോ അതോ തുടരാൻ പാടുള്ളൂ. ഈ വ്യവസായം മാറാൻ പാടില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ തൊഴിൽ മാറ്റി ചെയ്യാൻ പാടില്ല. അത് വലിയ തരത്തിലുള്ള കുറ്റകൃത്യമാണ്. അല്ലെങ്കിൽ റൊട്ടി ബന്ദി എന്ന് പറയുന്നത് ഹിന്ദിയിൽ ആണ് സവർക്കർ എഴുതിയിട്ടുള്ള, മറാത്തിയിലാണ്. റൊട്ടി ബന്ദി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വേദോക്തി ബന്ദി എന്ന് പറയുന്ന ഒരു വിലക്കുണ്ട്. എന്ന് പറഞ്ഞാൽ വേദം താഴെക്കടയുള്ളവർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 7 വിലക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യാഥാസ്ഥിതിക സമൂഹങ്ങൾ നിലനിന്നിരുന്നത്. ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ്. സവർക്കർ അതിനെ അതേപടി പിൻപറ്റിയ ആളല്ല എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. കാരണം എപ്പോഴും നമ്മൾ ഈ പുതിയ ഹിന്ദു റേസിസത്തെ, ഹിന്ദു ഫാസിസത്തെ എപ്പോഴും ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യവുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എതിരാളി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു, അതിങ്ങനെ സ്ഥിരമാണ്, നമ്മൾ പുരോഗാമികളായതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് എപ്പോഴും. എന്ത് തരത്തിലുള്ള ഒരു ബൈനറി സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ബൈനറിയിൽ ഒരാൾ സ്ഥിരമായിരിക്കും, ഒരാൾ 18-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ 21, 22 നൂറ്റാണ്ട് കയറി പോകുമ്പോൾ ഇയാൾ അങ്ങനെ നിൽക്കും. അങ്ങനെയല്ല ബ്രാഹ്മണിസത്തിൻ്റെ, പൊളിറ്റിക്കൽ ബ്രാഹ്മണിസത്തിൻ്റെ ചരിത്രം അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് സവർക്കറുടെ അല്ലെങ്കിൽ ഈ ചിത്പാവൻ ബ്രാഹ്മിൻസ് രാജ്യം ഭരിക്കുമ്പോൾ ഈ സമുദ്രം കടക്കാൻ പറ്റില്ല എന്നുള്ള വിലക്കുണ്ട്. ഇതൊന്നും രാജ്യഭരണത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല. രാജ്യഭരണത്തിൽ പ്രയോഗിക്കുക, ക്ഷത്രിയനിരിക്കുമ്പോൾ ബ്രാഹ്മണന് പറയാം. ഇത് ബ്രാഹ്മണൻ തന്നെ കയറിയിരിക്കുന്നിടത്ത് സൈനാധിപനെ വിളിച്ച്, അയാൾ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, അയാൾ ചിലപ്പോൾ വേറെ ജാതിപ്പെട്ടായിരിക്കും, അയാളെ വിളിച്ച് കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബന്ദികൾ ഉപയോഗിച്ചാൽ പറ്റില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ചിത്പാവൻ ബ്രാഹ്മിൻസ് ഇത്ര ചെറിയ ഒരു ഗ്രൂപ്പായിട്ടും അവർക്ക് കിട്ടിയ സോഷ്യൽ മൊബിലിറ്റി വളരെ വലുതായിരുന്നു ഈ പേഷ്വ സാമ്രാജ്യത്തിൽ. കാരണം അവരുടെ കുലത്തൊഴിൽ വിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പൂനെയിലെ ഹുണ്ടിയ കച്ചവടക്കാർ മുഴുവൻ, പലിശയ്ക്ക് കൊടുക്കുന്നവർ മുഴുവൻ ചിത്പാവൻസായി. അല്ലെങ്കിൽ വ്യവസായം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചിത്പാവൻസായി. സാധാരണ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മിനിസം വെച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല, പണം പലിശയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഇയാൾ കസേര കയറിയിരുന്നുകൊണ്ട്, ബ്രാഹ്മണൻ കസേര കയറിയിരുന്നുകൊണ്ട് ആ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ട് മുഴുവൻ ഈ സോഷ്യൽ മൊബിലിറ്റിയും ആവാഹിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ മാറുകയാണ്. അങ്ങനെ ഇവർക്ക് വലിയ തരത്തിലുള്ള പുരോഗതി ഉണ്ടാവുകയാണ്. ഈ ചെറിയൊരു ന്യൂനപക്ഷമാണ്. നിങ്ങൾ അന്ന് ഇപ്പം മറാത്ത 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഈ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്തു നോക്കിയാൽ മതി. ഇപ്പം രാഷ്ട്രീയം എടുത്തു നോക്കുക, ഗോപാലകൃഷ്ണ ഗോഖലെ, അല്ലെങ്കിൽ ബാൽ ഗംഗാധർ തിലക്, അല്ലെങ്കിൽ റാനഡെ, അല്ലെങ്കിൽ ഗണേഷ് അഗാർക്കർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേര് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ സിനിമ എടുത്തു നോക്കുക, ദാദാസാഹിബ് ഫാൽക്കെ,
അല്ലെങ്കിൽ സാഹിത്യം എടുത്തു നോക്കുക, എല്ലായിടത്തും ഈ പറയുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിലെ ആളുകളാണ് ഇത് മുഴുവൻ. ഇവരെല്ലാവരും ചിത്പാവൻ ബ്രാഹ്മിൻസാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സോഷ്യൽ മൊബിലിറ്റി കിട്ടിയത്? എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ടല്ല, മറിച്ച് ഭരിച്ചത് കൊണ്ടാണ്. രാജ്യം ഭരിച്ച ഏതാണ്ട് 100-150 ചില്ലാൻ വർഷം ഈ അധികാര കസേരയിൽ കയറി ഇരുന്നപ്പോൾ അവർക്ക് ആവാഹിക്കാൻ കഴിഞ്ഞ ഒരുതരം ആധുനികതയുണ്ട്. അത് പഴയ യാഥാസ്ഥിതികമായിട്ടുള്ള ആധുനികതയല്ല, മറിച്ച് വലിയ തരത്തിൽ സമ്പത്ത് സമാഹരിച്ചും അധികാരം നേരിട്ട് കൈകാര്യം ചെയ്തും മേൽക്കോയ്മ, സാംസ്കാരികമായിട്ടുള്ള മേൽക്കോയ്മ നിലനിർത്തിയും മുന്നോട്ട് പോകാൻ ഈ ചെറിയ ഗ്രൂപ്പിന് കഴിഞ്ഞു. ഈ മേൽക്കോയ്മ അവസാനിക്കുന്നത് ബ്രിട്ടീഷുകാർ വരുമ്പോഴാണ്. 1818 പൂനെയിൽ വെച്ചിട്ട് ശനിവാർവാഡ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് പേഷ്വന്മാർ. പേഷ്വന്മാരെ നീക്കിയിട്ട് നേരെ ആര് കയറിയിരുന്നു? ബ്രിട്ടീഷുകാരെ ആ കസേര കയറിയിരിക്കുകയാണ്. ബോംബെ പ്രൊവിൻസ് അവരെ കയ്യിലാവുകയാണ്. സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ നഷ്ടം ഈ ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് ഇവർക്കാണ്. ബാക്കിയുള്ളിടത്ത് സാമൂഹ്യ മേൽക്കോയ്മ ഉണ്ടായിരുന്നുള്ളൂ. ആ സാമൂഹ്യ മേൽക്കോയ്മ അങ്ങനെ തന്നെ നിന്നു. ഇവിടെ സാമൂഹ്യ മേൽക്കോയ്മയിലും വ്യത്യാസം ഉണ്ടാവുന്നു, രാഷ്ട്രീയ മേൽക്കോയ്മയിലും വ്യത്യാസം ഉണ്ടാവുന്നു. അതാണ് മറാത്തയിൽ സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ചിത്പാവൻ ബ്രാഹ്മിൻസിൻ്റെ ഉള്ളിലെ ഒരു വിഭാഗം എല്ലാ സമയവും ബ്രിട്ടീഷുകാരോട് എതിര് നിന്നിരുന്നു. പിന്നീട് ചരിത്രം നോക്കിയാൽ അറിയാം, തങ്ങളെ തോൽപ്പിച്ചവരെ തിരിച്ചു തോൽപ്പിച്ചാൽ പേഷ്വ സാമ്രാജ്യം വീണ്ടും സ്ഥാപിക്കാം, വീണ്ടും മേൽക്കോയ്മ സ്ഥാപിക്കാം എന്നുള്ള കാര്യമാണ് അവരെ നയിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചരിത്ര പുസ്തകം പഠിക്കുമ്പോൾ ബൽവന്ത് ഫാഡ്കെ എന്ന് പറയുന്ന ഒരാളെ പഠിക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരോട് ഒരു ഒളി സൈന്യം ഉണ്ടാക്കി യുദ്ധം ചെയ്ത ആളാണ് ഫാഡ്കെ. ഫാഡ്കെ അവസാനം പിടിക്കപ്പെട്ടു ഏഡനിലേക്ക്. അന്ന് ബോംബെ പ്രൊവിൻസിൻ്റെ ഭാഗമാണ് ഏഡൻ എന്ന് പറയുന്ന സ്ഥലം, യമനിലുള്ള ഏഡൻ. അവിടേക്ക് നാട് കടത്തുന്നു. അവിടെ അദ്ദേഹം നിരാഹാരം ഇരുന്ന് മരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കും. അതുപോലെ തന്നെ ചപ്പേക്കർ ബ്രദേഴ്സിനെ പറ്റി പഠിക്കും. 3 സഹോദരന്മാർ, ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ, അങ്ങനെ 3 സഹോദരന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. 3 പേര് തൂക്കിലേറുകയാണ്. 20 വയസ്സ് 21 വയസ്സൊക്കെയാണ് അവർക്കുള്ളത്, 18 വയസ്സൊക്കെയാണ് ഏറ്റവും ഇളയ ആൾക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് എടുക്കുന്നത്. ഇവരൊക്കെ ചിത്പാവൻ ബ്രാഹ്മിൻസ് ആയിരുന്നു. ഇവരൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഫാഡ്കെ ഞാൻ പേഷ്വ പ്രധാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സമരത്തിന് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തോൽപ്പിച്ച ബ്രിട്ടീഷുകാരെ തിരിച്ച് തോൽപ്പിച്ച് പേഷ്വ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ബ്രാഹ്മണിസ്റ്റ് മൂവ്മെൻറ്റുകളായിരുന്നു ഇതെല്ലാം. ചപ്പേക്കർ സഹോദരന്മാരെ എന്തിനാ തൂക്കിലേറ്റിയത്? പ്ലേഗ് പടർന്നപ്പോൾ അന്ന് ലോക്ക്ഡൗൺ വന്നു. നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറയുന്ന നമ്മൾ അനുഭവിച്ച ലോക്ക്ഡൗണും ക്വാറന്റൈനൊക്കെ കൊണ്ടുവന്നു. ഇപ്പം കോവിഡ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്, ഈ ക്വാറന്റൈൻ പ്രഖ്യാപിക്കുന്നത് 1890 ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമം അനുസരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് കേരള നിയമസഭ അമെൻഡ് ചെയ്യുന്നത്. അതിന് ആ നിയമം അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ക്വാറന്റൈൻ ഇവിടെ നടപ്പിലാക്കുന്നത്. ആ നിയമം കൊണ്ടുവന്നത് ആ സമയമാണ്. ബ്രിട്ടീഷുകാരുടെ താല്പര്യമുണ്ട്. കാരണം എന്താ, ഈ പ്ലേഗ് വന്നപ്പോൾ അവർ പുതുതായിട്ട് ബോംബെ പോർട്ട് പടുത്തുയർത്തിയിരിക്കുകയാണ്. ബോംബെ ഒരു വ്യവസായ നഗരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി പ്ലേഗ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ബോംബെയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. അതിന് വലിയ ചരക്ക് കൈമാറ്റത്തിനൊക്കെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. അല്ലാതെ അവർ ജനാരോഗ്യത്തിൽ അവർ അതിൽ ശ്രദ്ധിച്ചിട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട്. പക്ഷെ കൊണ്ടുവന്ന കാര്യം ഈ പറയുന്ന ക്വാറന്റൈൻ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ക്വാറന്റൈൻ നമ്മളൊക്കെ സഹിച്ചതാണ്. പക്ഷെ നമുക്കതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പകർച്ചവ്യാധി പകരാൻ അനുവദിച്ചുകൂടാ. അതിനെന്തെങ്കിലും നടപടി വേണം. എന്ത് നടപടി വന്നാലും മനുഷ്യരും തമ്മിലുള്ള അകലം സൃഷ്ടിക്കപ്പെടും. അകലം സൃഷ്ടിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഒരു പ്രശ്നം വരും. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആ സമയത്ത് അത് ചെയ്യുന്നു. ഇതിനെ എതിർത്തിട്ടാണ്, ഈ ക്വാറന്റൈൻ കൊണ്ടുവന്നതിനെ എതിർത്തിട്ടാണ് ഈ പറയുന്ന 2 പേരെ, 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഈ ചപ്പേക്കർ ബ്രദേഴ്സ് വെട്ടിക്കൊല്ലുന്നത്. അതിനാണ് അവർ തൂക്കിലേറുന്നത്. ആ 2 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഈ ക്വാറന്റൈൻ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ ചിത്പാവൻ ബ്രാഹ്മണന്റെ വീട്ടിൽ കയറ്റില്ല. അവർ പ്ലേഗ് വന്നാൽ മിണ്ടില്ല. വീടിൻ്റെ ഉള്ളിൽ പ്ലേഗ് വന്ന് രോഗി ഉണ്ടെങ്കിൽ സ്വാഭാവികമായി പുറത്തറിയിക്കില്ല. പുറത്തറിയിക്കാതായപ്പോൾ ഇവർ ഉള്ളിൽ കയറാൻ തുടങ്ങി.
ഉള്ളിൽ കയറി രോഗിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. രോഗിയുടെ ബിലോങ്ങിങ്സ് മുഴുവൻ എടുത്ത് കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ കയ്യിൽ പിടിച്ചിരുന്ന ചിലപ്പോൾ ഭഗവത്ഗീത ഉണ്ടാവും, ചിലപ്പോൾ രാമായണം ഉണ്ടാവും, ചിലപ്പോൾ മഹാഭാരതം ഉണ്ടാവും. അത് മതിയായിരുന്നു കലാപം സൃഷ്ടിക്കപ്പെടാൻ. തിലക് അന്ന് കേസരിയിൽ നിരന്തരമായി ഇവർക്കെതിരെ മ്ലേച്ഛർ ബ്രാഹ്മണരുടെ കുടിലിൽ കയറി ബ്രാഹ്മണ സ്ത്രീകളെ അപമാനിക്കുന്നു. ഇത് പുറത്തുള്ള അധികാരം ഇത്രയാണെങ്കിൽ ഉള്ളിൽ കയറിയിട്ടുള്ള അധികാരത്തിലേക്കാണ് ബ്രിട്ടീഷുകാർ പോകുന്നത് എന്ന മട്ടിൽ വലിയ തരത്തിൽ, അത് മനസ്സിലാക്കണം, മീഡിയ പോലെയുള്ള അന്നത്തെ ആധുനിക സങ്കേതം ഉപയോഗിച്ചിട്ടാണ്, പത്രം പോലെയുള്ള സങ്കേതം ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഈ റൈറ്റ് വിങ്ങിൻ്റെ പ്രസൻസ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, റൈറ്റ് വിങ് എന്നും വളർന്നിട്ടുള്ളത് ഈ ആധുനിക ഉപാധികൾ വഴിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. അപ്പം അങ്ങനെ ആളി കത്തിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ 2 ഉദ്യോഗസ്ഥരെ ഈ ചപ്പേക്കർ ബ്രദേഴ്സ് കൊല്ലുന്നത്. അതിനാണ് അവരെ തൂക്കിലേറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മറാത്ത പ്രൊവിൻസിൽ ബ്രിട്ടീഷ് വിരുദ്ധരായിട്ട് ഈ ചിത്പാവൻ കുലത്തിലെ ചിലർ മാറാൻ കാരണം, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി പരിവർത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ രാഷ്ട്രീയ മേൽക്കോയ്മയും സാമൂഹ്യ മേൽക്കോയ്മയും തകർത്തത് ഈ ബ്രിട്ടീഷുകാരാണെന്ന് പറയുന്ന ഏക കാരണത്താലാണ്. അല്ലാതെ ഒരു ജനാധിപത്യ മതേതര ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല. സ്വാഭാവികമായിട്ട് ആ വലിയ സംഘർഷം സവർക്കറെ പോലെയുള്ള ഒരാളെ ജയിലിലെത്തിക്കുന്നു. ഞാൻ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്കതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്ന് ചാടിക്കടക്കണം ചില ഭാഗങ്ങൾ. അങ്ങനെ സവർക്കറെ ഈ അഭിനവ് ഭാരതം മിത്രമേളയൊക്കെ ചേർന്നിട്ടുള്ള ഈ ഗറില്ല വാർഫെയറിൻ്റെ അവസാനം സവർക്കർ ജയിലിലാവുന്നു. 1910 ജയിലിൽ പോകുന്നു, ആൻഡമാനിലെത്തുന്നു. 50 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് സവർക്കറെ വിധിക്കുന്നത്. 2 കൊലപാതകം നടത്തിയതിൻ്റെ പിന്നിൽ സവർക്കറായിരുന്നു എന്ന് തെളിവ് സഹിതം കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ജയിലിലെത്തിയതിന് ശേഷം, അതാണ് 28ാമത്തെ വയസ്സെന്ന് പറയുന്നത് സവർക്കർ. ഇപ്പം 28 വയസ്സ് വരെ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയേ അല്ല, പക്ഷേ ബ്രിട്ടീഷ് വിരുദ്ധനാണ്. ആ കാര്യം ആണ് നമ്മൾ വേർതിരിച്ചറിയേണ്ടത്. ഇത്തരം ഈ ഡിസ്കോഴ്സിൽ ഏർപ്പെടുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധനാണ്. പഴശ്ശിരാജ ബ്രിട്ടീഷ് വിരുദ്ധനായ പോലെ, വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് വിരുദ്ധനായ പോലെ, ബ്രിട്ടീഷുകാർ തനിക്ക് തൻ്റെ കുലത്തിന് വലിയ നഷ്ടങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ആ നഷ്ടം അല്ലെങ്കിൽ ആ പദവി തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു പോരിൻ്റെ, സാമൂഹ്യ മേൽക്കോയ്മയും രാഷ്ട്രീയ മേൽക്കോയ്മയും തിരിച്ചു പിടിക്കാനുള്ള പോരിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് വിരുദ്ധനായിട്ട് തീരുന്നത്. പക്ഷേ ഇത് 1910 തീരുന്നു. അവിടെ ജയിലിലെത്തിയത് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആ ഭാഗമെങ്കിലും വളരെ ക്ലിയറാണ്. 6 മാപ്പപേക്ഷകൾ എഴുതുന്നു. ഈ 6 മാപ്പപേക്ഷകൾക്ക് പുറമെ സവർക്കറുടെ ഭാര്യ പ്രത്യേക മാപ്പപേക്ഷ കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 1924 ജയിലിൽ നിന്ന് പോരുന്നു, ജയിലിൽ നിന്ന് വിമുക്തനാക്കപ്പെടുന്നു. അപ്പോൾ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ റൈറ്റ് വിങ് ഹാൻഡിലുകൾ കൊണ്ടുവരുന്ന ഒരു വ്യാഖ്യാനം, അത് അന്നേ ഉള്ള വ്യാഖ്യാനമാണ്. ഇപ്പം വളരെ വ്യക്തമായിട്ട് കൊണ്ടുവരുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സവർക്കറിൻ്റെ ഒരു ടാക്ടിക്കൽ ലൈനായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്ന് ചത്തുപോണതിൻ്റെ അർത്ഥമൊന്നുമില്ല. പീഡനം സഹിച്ചിട്ട് ബ്രിട്ടീഷ് ജയിലിൽ കിടന്ന് ചാവുന്നതിലും നല്ലത് എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് പുറത്തു വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയായിരുന്നു എന്ന് അത് അറിയാവുന്ന ബുദ്ധിശാലി ആയതുകൊണ്ടാണ് മാപ്പ് എഴുതി കൊടുത്തതെന്നാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം പീഡനം ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പക്ഷേ തൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുകയല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളറിയേണ്ടത് തന്ത്രമാണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയണം? ഒന്നുകിൽ അയാൾ പുറത്തു വന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നെ പൊരുതണം, ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും ചെയ്യണം. ഇത് നേരെ തിരിച്ചാണ്. സവർക്കർ എഴുതി കൊടുത്തതിൻ്റെ 100 മടങ്ങ് ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് തീർന്നു. എന്ന് പറഞ്ഞാൽ സവർക്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈൻ അംഗീകരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരാളാവില്ല എന്നൊക്കെയാണ് എഴുതി തുടങ്ങിയത്. പക്ഷെ പുറത്തു വന്ന സവർക്കർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ പാദസേവയാണെന്ന് പറഞ്ഞാൽ ചെറിയ വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 1919 ആണ് ജാലിയൻവാലാബാഗ് നടക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇത്രയും ബ്രൂട്ടലായിട്ട് ഇന്ത്യൻ ജനതയോട് പെരുമാറുന്നത് അക്കാലത്താണ്. ഏതാണ്ട് അക്കാലത്താണ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത്. ഗാന്ധി 1919 ജാലിയൻവാലാബാഗ് നടന്ന ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരാളാവുന്നു.
റൗളറ്റ് ആക്ടിനെതിരെ നിരാഹാരം ഇരിക്കുന്നു, ചമ്പാരനിൽ പോയി സത്യാഗ്രഹം നടത്തുന്നു. അതിനേക്കാളൊക്കെ വലിയൊരു ചുവടുവയ്പ് നടത്തുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി ഗാന്ധി അതിനെ സ്വയം അതിൻ്റെ പദവി ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ത്യയിലെ വിപുലമായൊരു മുസ്ലിം ജനസാമാന്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം അതുവരെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം, ഞാൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയില്ല, അതുകൊണ്ടാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം പല തരത്തിലായിരുന്നു. ബംഗാളിൽ ഒരു തരത്തിൽ നടക്കുന്നുണ്ട്, മറാഠ പ്രവിശ്യയിൽ ഈ പറയുന്ന ചിത്പാവൻസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ ബ്രാഹ്മണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. ആകെ ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം മാത്രമാണ് ഒരു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സായുധ സമര പോരാട്ടത്തെ മുന്നിൽ വെച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ബ്രാഹ്മണ മൂല്യങ്ങളാൽ നയിക്കപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം ആയിരുന്നു. ഇതിനെ പൊളിക്കുകയാണ് ഗാന്ധി വന്നിട്ട് ചെയ്യുന്നത്. ഗാന്ധി വന്നതോടെ ഈ മറാത്തയിൽ തിലകിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണവാദികൾ മുഴുവൻ കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ട്. ഗാന്ധിയോട് വിയോജിച്ച് കോൺഗ്രസിൽ നിന്ന് അവർ പുറത്തു പോകുന്നുണ്ട്. പുറത്തു പോയിട്ട് അവർ സ്വരാജ്യ പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ ബ്രാഹ്മണിസ്റ്റ് ബ്രിട്ടീഷ് വിരുദ്ധതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ വരുന്നു. സ്വാഭാവികമായി പതുക്കെ പതുക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നത് ഗാന്ധി വന്നതിന് ശേഷം വലിയ വ്യത്യാസം ഉണ്ടാവുന്നത് അതിൽ തീരദേശവാസികൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ആദിവാസികളുടെ വലിയ പങ്കാളിത്തമുണ്ട്. ഇന്ത്യയിൽ ഏതൊക്കെ മതവിഭാഗമോ ജനവിഭാഗമോ ഭാഷാ വിഭാഗമോ ഏത് തരത്തിലുള്ള വിഭാഗം നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാവരും അവരുടേതായ രീതിയിൽ ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഒത്തൊരുമയുള്ള സമയത്താണ് സവർക്കർ പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്നതിന് ഒരു കൊല്ലം മുമ്പാണ് ഹിന്ദുത്വം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഹിന്ദു ഫാസിസത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് വിളിക്കാവുന്ന 55 പേജുള്ള ഈ പുസ്തകം, 55 പേജുള്ള ഒരു ലഘുലേഖ നമുക്ക് വിളിക്കാം. ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം ജയിലിലിരുന്നാണ് എഴുതുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കാണ്. കാരണം ഹിന്ദുത്വത്തിലെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് അതറായിട്ട് കരുതുന്ന ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷങ്ങളുമാണ്. ആ കാര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ച് നിന്ന് പൊരുതുമ്പോൾ അവർ ശത്രുക്കളാണെന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര സ്വഭാവമുള്ള ഒരു മാനിഫെസ്റ്റോ ഒരു ഇന്ത്യക്കാരനിൽ നിന്ന് പുറത്തു വരികയാണ്. അതാണ് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ, സവർക്കറിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ, ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ വലിയ ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നെടുകെ പിളർക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകം. എന്ന് പറഞ്ഞാൽ RSS ഏത് പുസ്തകത്തെ ആശ്രയിച്ചാണോ നിലവിൽ വന്നത് ആ പുസ്തകം ഇന്ത്യയിലെ ആദ്യം തന്നെ സമൂഹത്തെ നെടുകെ പിളർക്കുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ ആരാണ് ആദ്യത്തെ ദ്വിരാഷ്ട്രവാദം എന്നൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദ്വിരാഷ്ട്രവാദം ആ പേര് പറഞ്ഞില്ലെങ്കിലും ഈ പുസ്തകത്തിലാണ് ഉണ്ടാവുന്നത്. ഈ പുസ്തകത്തിലാണ് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ഇല്ല, ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ പൗരത്വം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ സവർക്കർ ആ പുസ്തകത്തിൻ്റെ നമ്മൾ സത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഹിന്ദു രാജ്യത്തെ നിർവചിക്കുന്നു. ഒന്ന് രാജ്യത്തിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ലാൻഡ് വേണമല്ലോ, ഒരു മണ്ണ് വേണമല്ലോ, ആ ലാൻഡിനെ നിർവചിക്കുന്നു. രണ്ടാമത്തത് അതിലെ പൗരത്വത്തിന് നിർവചിക്കുന്നു. ഇത് രണ്ടുമാണ് ഹിന്ദുത്വത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ വിത്തിൻ കോട്സ് ഐഡിയോളജിക്കൽ വർക്ക് എന്ന് പറയുന്നത്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. സവർക്കർ നിർവഹിച്ച എങ്ങനെയാണ്? ഈ ഇന്ത്യ എന്ന് പറയുന്നത് സിന്ധു മുതൽ സിന്ധു വരെയുള്ള പ്രദേശമാണ്. മുകളിൽ ഈ സിന്ധു നദി, ഈ പാകിസ്ഥാനിൽ കൂടെ ഒഴുകുന്ന ആ നദി, ഹിമാലയത്തിലെ നദി, ഇപ്പുറത്തടിയിൽ സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ഇതുവരെയുള്ള ലാൻഡാണ് ഹിന്ദു ലാൻഡ് എന്ന് നിർവചിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സംബന്ധങ്ങളൊക്കെ വേറെയുണ്ട്, അതിലേക്ക് നമുക്ക് പോകാൻ നേരമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അതിലാരാണ് ഈ ലാൻഡിൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ആർക്കാണ് ഉടമസ്ഥതയുള്ളത് എന്ന് പറഞ്ഞാൽ പൗരരാരാണെന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് രണ്ടാമത് അഡ്രസ്സ് ചെയ്യുന്നത്. സവർക്കർ വളരെ സിമ്പിളായിട്ടൊരു ആൻസർ അതിനുണ്ടാക്കി. ഈ രാജ്യം സിന്ധു മുതൽ സിന്ധു വരെ എന്ന് പറഞ്ഞാൽ സിന്ധു നദി മുതൽ
ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള പ്രദേശം ആരുടെ പുണ്യഭൂമിയാണോ, ആരുടെ പിതൃഭൂമിയാണോ അവർക്കാണ് ഇവിടെ പൗരത്വമുള്ളത്. വളരെ സിമ്പിളായി കേൾക്കുമ്പോൾ നമുക്കൊന്നും പ്രശ്നം തോന്നാത്ത നിർവചനമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിർവചനത്തിന് അക്കാലത്തൊരു വിമർശനം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ഷാർപ്പായിട്ടുള്ള വിമർശനം ഇതിനെതിരെ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിലെ ഭൗതിക രംഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അത് വളരെ ഒളിച്ചു വെച്ചിട്ടുള്ള നിർവചനമാണ്. ആ സിന്ധു രണ്ടാമത് ഈ പുസ്തകം എ മറാത്ത എന്ന് പറയുന്ന വ്യാജനാമത്തിലാണ് സവർക്കർ എഴുതുന്നത്. സവർക്കറിൻ്റെ പേരിലല്ല, എ മറാത്ത എന്ന് പറഞ്ഞുള്ള പേരിലാണ്. രണ്ടാമത് ഇത് ഇംഗ്ലീഷിലാണ് ഈ പുസ്തകം എഴുതുന്നത്, 55 പേജുള്ള. ഈ ഡെഫിനീഷൻ മാത്രം സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ ആ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സാവൈ ഹിന്ദു ഋതുസ്മൃത, ഇങ്ങനെ 4 വരിയിലാണ്. അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അയാളെ കുടിലെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കേട്ടാൽ നമ്മളൊക്കെ വിശ്വസിക്കും, കാരണം സംസ്കൃതത്തിലാണ് അല്ലേ. സംസ്കൃതത്തിൽ പറഞ്ഞാലെല്ലാം ശരിയാവും. മാത്രമല്ല, നാളെ ഇത് ഉപനിഷത്തിലെ വരികയാണെന്ന് പറഞ്ഞാൽ ആരും ഉദ്ധരിച്ചാലും നമ്മൾ ആ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിയാന്ന് സന്യാസി ഒന്ന് ഇവിടെ പ്രസംഗിച്ചാൽ നമ്മളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ യാന്ത്രികമായിട്ടെങ്കിലും കൈയടിച്ചു പോകും. ഇതാണ് അതിൻ്റെ നിർവചനം. അപ്പോൾ ഈ നിർവചനത്തിൻ്റെ പെശക എന്താ? പുണ്യഭൂമി ആയിരിക്കണം, പിതൃഭൂമി ആയിരിക്കണം. അതിൽ ഈ ഫാദർലാൻഡ് എന്നുള്ള പ്രശ്നം അക്കാലത്ത് എല്ലാ രാജ്യങ്ങളുടെയും പൗരത്വ നിർവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിരുന്നു. അതിൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. നേഷൻ സ്റ്റേറ്റിൽ ഫാദർലാൻഡ് എന്ന് പറയുന്ന ഒരു ആശയം വീണ് കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം ആണ് പ്രധാനപ്പെട്ട് പുണ്യഭൂമിയായിരിക്കണം. ഇപ്പോൾ എൻ്റെ അപ്പുറത്ത് എൻ്റെ കോയ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ അയൽവാസി. കോയ എന്നെക്കാളും കൂടുതൽ കാലം അവിടെ താമസിക്കുന്നതാണ്, വർഷങ്ങളായിട്ട് അവിടെ പരമ്പരാഗതമായി താമസിച്ചു വരികയാണ്. പക്ഷെ കോയയുടെ ഇപ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പുണ്യഭൂമി ഏതാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുകയാണ് മെക്ക അല്ലെങ്കിൽ മദീന എന്ന് പറഞ്ഞു. പൗരത്വം ഇല്ല ഇന്ത്യയിൽ. അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾ പറയാണ് നിങ്ങളുടെ പുണ്യഭൂമി ഏതാന്ന് ചോദിക്കുകയാണ്. അത് ജെറുസലേം ആണെന്നോ അല്ലെങ്കിൽ ബത്ലഹേം ആണെന്നോ അതും അല്ലെങ്കിൽ വത്തിക്കാനാണെന്നോ പറഞ്ഞാൽ അവർക്ക് പൗരത്വം ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത, കാരണം രാജ്യത്തെ സ്നേഹിക്കണ്ടേ, പുണ്യഭൂമി ആയിരിക്കണ്ടേ. പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലല്ല, റിലീജിയസ് ആയിട്ടാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കലായിട്ട് ആ സമയത്ത് ഇതാണ് എൻ്റെ പുണ്യഭൂമിയായി കരുതുന്നതെന്ന് ഒരാൾ പറഞ്ഞാൽ സവർക്കർ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഈ പ്രത്യയശാസ്ത്രം അംഗീകരിക്കില്ല. അത് റിലീജിയസ് ആണ്. ആ റിലീജിയസ് ആയിട്ട് പറയുമ്പോൾ ഇതൊക്കെ പുറത്തു പോകും. അതേസമയം സിഖ് ഉള്ളിലേക്ക് എടുക്കും. സിഖ് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതാണ്, ഈ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യല്ലത്. സിഖ് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. ബുദ്ധമതക്കാർ മിക്കവാറും ആ കാലമായപ്പോഴേക്കും ഇന്ത്യയിലില്ല. അവർ ചൈനക്കാരും ബർമയിലും അല്ലെങ്കിൽ സിലോണിലൊക്കെയാണ്. ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല, പൗരത്വം കിട്ടില്ല. കാരണം എന്താ? അവരുടെ പുണ്യഭൂമി ഇതാണ്, പക്ഷെ പിതൃഭൂമി പുറത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സങ്കല്പത്തിന് അന്ന് വിമർശനം ഇല്ലാതെ പോയത് എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഒന്ന്, ഇവരെ ഗൗരവമായിട്ട് കാണാത്തതുകൊണ്ടാവാം. അങ്ങനെ ഈ പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര ഉപാധി അനുസരിച്ച് ലോകത്ത് എത്ര രാജ്യം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കാണെന്ന് പറയും. അവിടെ പൗരത്വം ആർക്കെങ്കിലും കിട്ടുമോ? കാരണം എന്താ? അവിടെ വസിക്കുന്ന ജനങ്ങളുടെ പുണ്യഭൂമി എവിടെയാണ്? മെക്കയോ മദീനയാണ്, അതിൻ്റെ ഉള്ളിലല്ല. പൗരത്വം കിട്ടില്ല. ഒരു ക്രിസ്ത്യൻ കൺട്രി, യൂറോപ്പിൽ കാത്തലിക് കൺട്രി ഉണ്ടെന്ന് വിചാരിക്കുക, അവിടുത്തെ ഏതെങ്കിലും ആൾക്ക് പൗരത്വം കിട്ടുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ 2 or 3 രാജ്യം മാത്രമാവും. കാരണം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത്രയും അസംബന്ധ ജടിലമായ ഒരു സംഗതിയാണ് അതിൻ്റെ പൗരത്വ സങ്കല്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്താണ് RSS ഉണ്ടാവുന്നത്. 1923 ഇറങ്ങുന്നു, 24 സവർക്കർ പുറത്തു വരുന്നു, രത്നഗിരി ജില്ലയിൽ താമസിക്കുന്നു. രത്നഗിരി ജില്ലാ തടവിലാണ്. സമയം എത്രയുണ്ട്? ജില്ലാ തടവിൽ ഇരിക്കുമ്പോൾ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഒരാൾ നാഗ്പൂരിൽ നിന്ന് പോയി കാണുകയാണ് ഈ ഇതിൽ പ്രചോദിതനായിട്ട്. അങ്ങനെയാണ് RSS എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ സവർക്കറുടെ ഈ പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ സംഘടനയാണ് RSS.
പിന്നെ ഈ പ്രത്യയശാസ്ത്രത്തെ പ്രാക്ടിക്കൽ ലെവലിൽ 2 തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒന്ന് RSS തരത്തിൽ പോകുന്നു. രണ്ടാമത് സവർക്കർ നേരത്തെ പറഞ്ഞ തരത്തിൽ ഈ മനുവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ബ്രാഹ്മണിസം കൊണ്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ട് അതിനെ ഒരു ഹിന്ദു റേസിസമായിട്ട് പരിവർത്തിക്കാനുള്ള ശ്രമങ്ങൾ രത്നഗിരി നടത്തുന്നു. സവർക്കർ പുറത്തു വന്നപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. 50 വർഷത്തെ തടവ് ശിക്ഷയുള്ള വിധിക്കപ്പെട്ട ആള് 13 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ലോകത്തെ ഏറ്റവും വലിയ നീതിന്യായ വ്യവസ്ഥ, ഞങ്ങളാണ് നോബൽ പേഴ്സൺസ് എന്ന് എല്ലായിടത്തും പെരുമ്പറയടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വിടുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കണം, അല്ലെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടും, യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് 2 കണ്ടീഷൻ വെച്ചു. ഒന്ന്, നിങ്ങൾ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകരുത്, അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, രത്നഗിരി ജില്ല അതിൻ്റെ അതിർത്തി വിട്ട് പോകരുത്. അതിർത്തി വിട്ട് പോകണമെങ്കിൽ ഒരുപാട് സാങ്ഷൻസ് എടുക്കണം. അപ്പോൾ ഈ 10 പിന്നീട് 23 തൊട്ട് 37 വരെ 14 കൊല്ലം സവർക്കർ രത്നഗിരിയിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ചാണ് ഗോഡ്സെ ആദ്യമായിട്ട് കാണുന്നത്. ഗോഡ്സെയുടെ അച്ഛന് സ്ഥലം മാറ്റം മാറി രത്നഗിരി ജില്ലയിലെ പോസ്റ്റൽ ക്ലർക്കോ പോസ്റ്റ്മാനോ ആയിട്ട് വരുന്നു. അവിടെ വെച്ച് 10ാം ക്ലാസ് തോറ്റ ഗോഡ്സെ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ വരുന്നു, മെട്രിക്കുലേഷൻ പാസ്സാവാൻ. അപ്പോൾ സവർക്കർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ട്, പോകുന്നു, സവർക്കറുടെ സെക്രട്ടറി ആവുന്നു. 2 കൊല്ലം സവർക്കറുടെ അടിമയായിട്ട് പ്രവർത്തിക്കുന്നു. അത് പിന്നീട് അത് വേർപിരിയുന്നെങ്കിലും മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് കൂടിച്ചേർന്നതാണ് ഗാന്ധിവധത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ സവർക്കർ ഈ 14 കൊല്ലം ചെയ്ത കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഹിന്ദു റേസിസം, ഇന്ന് RSSൻ്റെ അടിത്തറയായ ഹിന്ദു റേസിസത്തെ ഉൽപ്പാദിക്കാനുള്ള ലബോറട്ടറി ആയിട്ട് രത്നഗിരി ജില്ലയെ മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ നവോത്ഥാനം പഠിക്കും, കേരളത്തിലെ നവോത്ഥാനവും മറ്റിടങ്ങളിലെ നവോത്ഥാനം പഠിക്കും. നവോത്ഥാന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ഷേത്രപ്രവേശന സമരം, രണ്ടാമത്തത് പന്തിഭോജനം ആണ്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയും, ജാതിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക്. ഇത് 2ഉം സവർക്കർ രത്നഗിരി നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മഹറിനെയും ബാങ്കിയെയും ചമറിനെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം നടത്തുന്നുണ്ട്. പതീത് പാവൻ ക്ഷേത്രം ദളിതർക്കായി തുറന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയും ഈ പറഞ്ഞ തരത്തിൽ നിരവധി കൺഫ്യൂഷൻസിലൂടെ നമ്മളെ ഇട്ട് കൊണ്ടുപോകുന്ന, നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ സ്ഥലകാല വിഭ്രമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ RSSൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. ഇത് 2ഉം നടത്തുന്നുണ്ട്. ഇത് 2ഉം നവോത്ഥാന സമരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പം നവോത്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ബ്രാഹ്മണ നവോത്ഥാനം കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ മനുഷ്യരാക്കുക, ഈ ജാതി കോട്ടയിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന് അളിഞ്ഞ് പോകുന്ന മനുഷ്യരെ ആധുനിക ലോകത്തേക്ക് തുറന്നു വിടുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിയും കൂടെയുള്ള ആൾക്കാരും നടത്തിയത്. അതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജാതി സ്വത്വത്തിൽ നിന്ന് ഒരു ആധുനിക സ്വത്വത്തിലേക്ക്, മാനവിക സ്വത്വത്തിലേക്ക് വിടുതി നേടുക എന്നുള്ളതാണ്. ഇവിടെ നേരെ തിരിച്ചാണ് സവർക്കർ ചെയ്യുന്നത്. ശിവു എന്ന് പറയുന്ന, അതിലൊരു ഉദാഹരണമുണ്ട്. ശിവു എന്ന് പറയുന്ന മഹറിന് പൂണൂല് കെട്ടിക്കൊടുക്കുക. ഇയാൾ പൂണൂല് കെട്ടിക്കൊടുക്കുക, നീ ബ്രാഹ്മണന് സമാനമാണ് എന്ന് പറയാണ്. ഈ വ്യാജ സംതൃപ്തിയിൽ ഈ പറയുന്ന മനുഷ്യർക്ക് ഇന്നലെ വരെ ഒരാളും അവിടെ അടുത്ത് വന്നിട്ടില്ല. യാഥാസ്ഥിതികർ അകറ്റി നിർത്തി, ഒരിടത്തും പ്രവേശനമില്ല. ഈ സ്ഥലത്തേക്ക് ഒരു ബ്രാഹ്മണൻ ഇറങ്ങി വന്നിട്ട് എനിക്ക് പൂണൂല് കെട്ടി തന്നിട്ട് പറയാണ് നീ ഇന്ന് മുതൽ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ വ്യാജ ബ്രാഹ്മണത്വം കൊടുക്കുകയാണ് സവർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അവസാനം ഈ ശിവു അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ശിവു ഈ പറയുന്ന മീറ്റിങ്ങിൽ വെച്ച് പറയുന്നുണ്ട്, ഈ ഇരിക്കുന്ന മനുഷ്യർ, സവർക്കറെ പോലുള്ള ചിത്പാവൻ ബ്രാഹ്മണര്, ദേശസ്ഥ ബ്രാഹ്മണര്, അല്ലെങ്കിൽ സാരസ്വത ബ്രാഹ്മണര്, ഇവരൊക്കെ നാളെ ഇസ്ലാം ആയാലും ഞാൻ സനാതന ധർമ്മത്തിന് വേണ്ടി പൊരുതും, ഞാൻ നിൽക്കും, ഞാൻ ഹിന്ദു ധർമ്മത്തിൻ്റെ കാവലാളായിട്ട് നിൽക്കും എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ചെറിയ സ്ഥലത്തൊരു സംഗതി, ചെറിയ മേൽക്കോയ്മ എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ അറ്റം വരെ, ഹിന്ദു മതത്തിൻ്റെ അറ്റം വരെ നിൽക്കുകയാണ്. ഹിന്ദു മതത്തിനെ മൊത്തം ഒരു ജാതിയായിട്ട് തീർക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണിസം പ്രത്യക്ഷമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും നിരാകരിക്കുന്നു. ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നതിനെ വരൂ എന്ന് പറയുന്നു.
തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് തൊടൂ എന്ന് പറയുന്നു, എൻ്റെ വേദം നീ വായിച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുന്നു. ഇതൊക്കെ വഴി ഒരു വ്യാജ ബ്രാഹ്മണ സ്വത്വം ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നു. ഒരു അഭിമാനബോധം, എൻ്റെ മതം എന്ന് തോന്നിക്കുന്ന അഭിമാനബോധം കൊടുക്കുന്നു. ഈ എക്സ്പെരിമെൻ്റാണ് 14 വർഷം നടത്തിയത്. ഇതാണ് RSS നടത്തുന്നത്. നിങ്ങൾ ഗോഡ്സെ ഗാന്ധിയെ കൊന്നതിന് പിടിച്ചിട്ട് കൊടുക്കുന്ന പ്രസ്താവനയുണ്ട്, ഷിംല കോർട്ടിൽ നടത്തിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, ഞാൻ RSSൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ RSSകാരനാണെന്ന് മൂടി വെച്ചു. RSSൽ പ്രവർത്തിച്ചിരുന്നു. RSSൻ്റെ ജാതി വിരുദ്ധ വിഭാഗത്തിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ജാതി വിരുദ്ധ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന റേസിസ്റ്റാക്കി ഹിന്ദു, ഈ ഒരിക്കലും ഒരു റേസിസത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത ഈ ഹിന്ദു എന്ന് പറയുന്ന ആർക്കും നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബഹുസ്വരതയുള്ള ഒരു സ്ഥലത്തെ, ആ ശ്രേണീകൃത സ്വഭാവമുള്ള ഒരു സ്ഥലത്തെ വ്യാജമായി എൻ്റെ മതം, ഞങ്ങൾ ഒന്നാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള എക്സ്പെരിമെൻ്റാണ് ഈ സവർക്കർ ഈ 14 വർഷം അവിടെ നടത്തുന്നത്. അതാണ് RSS പിൽക്കാലത്ത് ഏറ്റെടുക്കുന്നത്. നിങ്ങളിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ, മോഡി ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാ പ്രസിഡന്റ്? ദ്രൗപദി മുർമു, ആദിവാസി. ആരാ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി, പിന്നോക്കക്കാരൻ. ആരാണ് ധനമന്ത്രി? നമ്മൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന സ്ത്രീ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാൾ, നിർമ്മല സീതാരാമൻ. ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആദിവാസി പ്രസിഡന്റ്, പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രി, സ്ത്രീ ധനമന്ത്രി, അല്ലേ? നമ്മൾ ഈ ടോക്കൺ വെച്ച് അളക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ ഈ സിമ്പിൾസ് വെച്ചിട്ട് അളക്കുന്ന ആൾക്കാരാണ്. ഈ സിമ്പിൾസ് വെച്ച് അളക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ഗവൺമെൻറ് അത്, അല്ലേ? ആദിവാസിനെ ആരെങ്കിലും പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരുന്നുണ്ടോ? ഏതെങ്കിലും സ്ത്രീ വലിയ തരത്തിൽ ഇന്ദിരാഗാന്ധിയൊക്കെ കഴിച്ചാൽ ബാക്കി ആരെങ്കിലും അങ്ങനെ പറയാൻ പറ്റും? ഈ ട്രയോ നിർമ്മിക്കപ്പെടുന്നത് സവർക്കറിസ്റ്റിൽ നിന്നാണ്. സവർക്കർ ഉണ്ടാക്കിയ സാധനമാണത്. സവർക്കർ നിർമ്മിച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അത് അതേപടി നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ പുറത്ത് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2014 മോഡിയുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താ? ഇന്ത്യയിലെ ഏക ദളിത് പാർട്ടി BJP എന്നാണ് പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ ദളിതർക്ക് സീറ്റ് കൊടുത്തു വന്നു. എന്നാൽ BJP ദളിത് പാർട്ടിയാണോ? അത് അങ്ങേയറ്റത്തെ ബ്രാഹ്മണിസ്റ്റ് പാർട്ടിയാണ്. ഈ ബ്രാഹ്മണിസം പഴയ മനുസ്മൃതി പറഞ്ഞിരുന്ന ചെലവാവില്ല. ആ കാലത്ത് ഈ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ യാഥാസ്ഥിതിക ബ്രാഹ്മണിസവും സവർക്കറും തമ്മിൽ വലിയ കലഹം ഉണ്ടാക്കുന്നുണ്ട്. യാഥാസ്ഥിതിക ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശീലങ്ങളുടെ അടിമയാണ്. ദളിത് നമ്മുടെ മുറ്റത്ത് പ്രവേശിക്കുക, അയ്യോ എൻ്റെ ശുദ്ധി പോയി എന്ന് പേടിക്കുന്ന പാവ വേറൊരു തരത്തിൽ. അവർ പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ അമ്പലത്തിൽ കയറ്റുന്നത്? ഇയാൾ മറുപടി കത്ത് എഴുതുന്നുണ്ട്. ഇയാൾ പറയുന്നുണ്ട്, നാളെ പുതിയൊരു ലോകം വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ എണ്ണം പ്രധാനമാണ്. ഈ പൊട്ടന്മാർക്ക് അത് അറിയില്ല. ഈ എണ്ണം പ്രധാനമായ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നീ പിടിച്ചിരിക്കുന്ന ഈ മനുസ്മൃതിയും പിടിച്ചിരുന്നാൽ നീ ന്യൂനപക്ഷമാവും, നീ ഇല്ലാതാവും. പിന്നെ ദളിതന് സ്കൂള് ബ്രിട്ടീഷ് ഗവൺമെൻറ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തടുക്കാൻ പോവുക? അവർ സ്കൂളിൽ വരിക. അപ്പം നമ്മളാണത് ചെയ്തതെന്ന് പറയുക, നമ്മളാണ് അത് നടത്തിയതെന്ന് പറയുന്ന ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നീ ദളിതന് സ്കൂളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ സ്കൂളിൽ പോയാൽ എന്താ ഉണ്ടാവുക? നിൻ്റെ നെഞ്ചത്ത് ബ്രിട്ടീഷുകാർ വെടിയുണ്ട കയറും. നീ ബ്രിട്ടീഷുകാരുടെ ലാത്തി കൊണ്ട് നിൻ്റെ കയ്യും കാലും ഒടിയും. ഇതല്ലാണ്ട് എന്താ ഉണ്ടാവുക? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാലം മാറി. നമുക്കൊന്ന് ആധുനികവൽക്കരിക്കണം. ആധുനികവൽക്കരിച്ചാൽ മാത്രമേ നിൻ്റെ ഈ പറയുന്ന മേൽക്കോയ്മ നിലനിൽക്കുള്ളൂ. പച്ചക്ക് എഴുതിയ കത്തുണ്ട്. അപ്പം ഇതാണ് ഈ റേസിസാണ്, ഇതാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന ഏറ്റവും പേടിക്കേണ്ടത്. കാരണം കേരളത്തിൽ RSS ലക്ഷ്യമിടുന്നത്, ഒന്ന്, ഈ കേരളത്തിലെ ഈ ബ്രാഹ്മൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജന്മനാ ബ്രാഹ്മണരാവ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പാഠം മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ നായർ കമ്മ്യൂണിറ്റി, ഇടവ കമ്മ്യൂണിറ്റി, പിന്നെ ദളിത് കമ്മ്യൂണിറ്റി, അല്ലേ? നായർ വലിയ സവർണനായിട്ട് കൊട്ടിഘോഷിക്കെങ്കിലും ഈ യാഥാർത്ഥ്യ സ്കെയിൽ വെച്ച് നോക്കിയാൽ ശൂദ്രനാണ്. ശരിയല്ലേ? ശൂദ്രനാ. ഈ ശൂദ്ര കമ്മ്യൂണിറ്റിനെയും OBC കമ്മ്യൂണിറ്റിനെയും പിടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ SNDPയും NSSും പോലെയുള്ള സംഘടനകൾക്ക് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ? ഈ
ഈ കാര്യം കൊണ്ടുവരാനാണ്. അല്ലാതെ മനുവാദത്തിൽ അധിഷ്ഠിത പോലെ എല്ലാവരെയും പുറത്താക്കി 16 അടി അകലത്ത് നിർത്തി 64 അടി അകലത്ത് നിർത്തിയിട്ട് ഇത് നടക്കില്ല എന്ന് ആദ്യം ബോധ്യപ്പെടുത്തിയ ഒരാളാണ് സവർക്കർ. ഇതിനെ ഗോൾവാൾക്കർ വികസിപ്പിക്കുന്നുണ്ട്. ഗോൾവാൾക്കർ 5 കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇത് എന്താണ്, ഗോൾവാൾക്കറുടെ പ്രധാനപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഈ പുസ്തകത്തിനെ വികസിപ്പിച്ച് പ്രത്യയശാസ്ത്രപരമായിട്ട് വികസിപ്പിച്ച പുസ്തകമായിരുന്നു വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകം. നമ്മൾ അഥവാ നമ്മുടെ നിർവചിക്കപ്പെട്ട ദേശീയ അസ്തിത്വം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൊണ്ടുവന്നു. വംശം എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവരുന്നു, മതം എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവരുന്നു, ഭാഷ എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവരുന്നു. അങ്ങനെ നിരവധി ആശയങ്ങൾ ഈ പറയുന്ന പൗരത്വത്തിനെ കുറച്ചുകൂടി ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് മാത്രം അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സംഗതിയിലേക്ക് ഇതിനെ വികസിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് വരുമ്പോൾ കുറേയും കൂടി മുസ്ലിം വിരുദ്ധം പച്ചയ്ക്ക് പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സവർക്കർ മുസ്ലിങ്ങളെ മ്ലേച്ഛർന്ന് വിളിക്കുന്നു, ഇതൊക്കെ പറയുന്നു. പക്ഷേ സവർക്കർ വളരെ സമർത്ഥമായിട്ട് ഈ പറയുന്ന പുണ്യഭൂമി വെച്ചിട്ടാണ് ഇവരെ എക്സ്പെൽ ചെയ്തിരുന്നത്. ഇത് നേരെ മറിച്ച് ഹിന്ദു വംശം, ഹിന്ദു മതം, ഹിന്ദു സംസ്കാരം, ഹിന്ദു ഭാഷ, ഹിന്ദുവിൻ്റെ ജാതി ഘടന ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ലിബറലുകളുടെയും കമ്മ്യൂണിസ്റ്റുകാരെയും പുറത്താക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാക്കി ഇതിനെ മാറ്റുകയാണ്. അതാണ് രണ്ടാമത്തെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു വലിയ കാൽവയ്പ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത് സവർക്കർക്ക് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, അതിനു മുമ്പ് ചന്ദ്രനാഥ് ബസുവാണ് ആദ്യമായി ഹിന്ദുത്വം എന്ന് പറയുന്ന പ്രയോഗം പ്രയോഗിക്കുന്നത്. അതിനു മുമ്പ് ഹിന്ദു മതത്തെ സംബന്ധിച്ചോ ഹിന്ദു രീതികളെ സംബന്ധിച്ചോ എന്തെങ്കിലും പരാമർശിക്കുമ്പോൾ ഹിന്ദുയിസം എന്നാണ് പറഞ്ഞിരുന്നത്, ഹിന്ദുത്വം എന്ന് പറയുന്നത് കൊണ്ടുവന്നിരുന്നില്ല. അപ്പോൾ സവർക്കർ തൻ്റെ പുസ്തകത്തിൽ ആദ്യം തന്നെ ചെയ്തത് ഹിന്ദുത്വ ഈസ് നോട്ട് ഹിന്ദുയിസം, ഹിന്ദു മതത്തെ സംബന്ധിച്ച ഒന്നല്ല ഹിന്ദുത്വം എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഇതാണ്. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഈ ശ്രുതി സ്മൃതി പുരാണോക്ത അതിൻ്റെ അധികാരഘടന തന്നെ അതാണ്. അതല്ല ഹിന്ദുത്വം എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് എ ഹിസ്റ്ററി. എന്താ ഹിസ്റ്ററി? ആര്യന്മാർ വന്നു, ഇന്ത്യയിൽ വന്നു, സവർക്കർ അംഗീകരിക്കുന്നു. ആര്യന്മാർ പുറത്തുനിന്ന് വന്നാണ്, ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ആര്യന്മാർ ഇവിടുത്തെ ജനങ്ങളുമായി കൂടിക്കുഴഞ്ഞ് അത് ഒരു ഭരണ രീതിയും ജീവിത രീതിയും പതുക്കെ ഉണ്ടാക്കുന്നു. ഇത് സവർക്കർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ആര്യാവർത്തത്തിൻ്റെ ഉള്ളിൽ ഇത് വിലപ്പോകും എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ രീതികളിൽ അധിഷ്ഠിതമായിട്ടുള്ള, മറിച്ച് ഹിന്ദു ഹിസ്റ്ററിയെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു രാഷ്ട്ര സങ്കല്പമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആര്യാവർത്തത്തിൻ്റെ ഉള്ളിൽ വിലപ്പോകും. കാരണം എന്താ? അവരോട് പറയാ ഇത് ഹിന്ദു രാഷ്ട്രമായിരുന്നു, നമ്മളാണ്. കാരണം എല്ലാവരും ഹിന്ദുക്കളായിട്ടാണ്. കാരണം ആര്യനും അനാര്യനും അല്ലാത്തവരും ഒക്കെ ഈ ഹിസ്റ്ററിയിലേക്ക് പറക്കിയിടാം അല്ലേ? ഇങ്ങനെ എല്ലാം ഈ വലിയ തുറന്ന ബ്രാഹ്മണത്തിൻ്റെ ഉള്ളിലേക്ക് ഇവരറിയാതെ തന്നെ ഇതിൻ്റെ വലയിലേക്ക് പറക്കിടാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ തെക്കോട്ട് പോവില്ല. തെക്കോട്ട് പോയി മുഗളൻ നിന്റെ സംസ്കാരം തകർത്തില്ലെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് മുഗളര്? തമിഴൻ എന്ത് മുഗളര്? കേരളത്തിന് എന്ത് മുഗളര്? അലാവുദ്ദീൻ ഖിൽജി വന്നില്ല, നമുക്ക് എന്ത് അലാവുദ്ദീൻ ഖിൽജി? ഇതൊന്നും പറയാൻ നിവൃത്തിയില്ല സൗത്ത് ഇന്ത്യയിലേക്ക്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് സവർക്കർക്ക് ഒരു ആശയം, രാമൻ എന്ന് പറയുന്ന ആശയത്തിൽ കിട്ടുന്നത്. അപ്പം രാമൻ പുരാണത്തിലെ ആളാണ്, പുരാണ കഥാപാത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുരാണ കഥാപാത്രത്തിനെ എടുത്ത് ചരിത്ര പുരുഷനാക്കുകയാണ് സവർക്കർ ചെയ്യുന്നത്. നേരെ തിരിച്ചല്ല. നമ്മൾ പലപ്പോഴും ഈ രാമൻ ഡിസ്കോഴ്സിൽ നേരെ തിരിച്ചുള്ള ഒരു ആർഗ്യുമെൻ്റാണ് വെക്കുക. ഇത് നേരെ തിരിച്ച് ഹിസ്റ്റോറിക്കലായിട്ട് പ്രതിഷ്ഠിക്കുകയാണ്. കാരണം എന്താ? തെക്കോട്ട് വന്നോ ഏക ആൾ ഇയാളാണ്. ഇയാൾ ലങ്ക വരെ വന്നു, ഉത്തരേന്ത്യയിൽ നിന്ന് ലങ്ക വരെ പോണ്ടി വന്നു. അപ്പോൾ സവർക്കർ രാമായണത്തെ വായിച്ചൊരു വായനയുണ്ട്. ഈ 300 രാമായണങ്ങൾ എന്ന് പറയുന്ന എ കെ രാമാനുജൻ്റെ പുസ്തകത്തിൽ ഒന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു വായനയാണ്. സവർക്കർ പറഞ്ഞു, ഈ ആര്യപുത്രൻ തെക്കോട്ടിറങ്ങി ലങ്ക വരെ പോയി സീതയെ വീണ്ടെടുത്ത് വന്നപ്പോൾ സീതയെ കിട്ടിയൊന്നുമല്ല പ്രശ്നം. വിഭീഷണൻ്റെ മൈത്രി കിട്ടി, സുഗ്രീവൻ്റെ മൈത്രി കിട്ടി, ഹനുമാൻ്റെ മൈത്രി കിട്ടി, തെക്കന്മാരുടെ സൗഹൃദം കിട്ടി. അതുകൊണ്ട് ഇയാൾ അയോധ്യയിൽ തിരിച്ചെത്തി
ഈ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ അധികാരത്തിൻ്റെ വെൺകൊറ്റക്കുട ഇങ്ങനെ നിവർന്ന ആ ദിവസമാണ് ഹിന്ദുയിസത്തിൻ്റെ അല്ല, ഹിന്ദുത്വത്തിൻ്റെ പിറന്നാൾ എന്ന് പ്രഖ്യാപിക്കുന്നത് സവർക്കറാണ്. കാരണം ഇയാൾ മാത്രമേ തെക്കോട്ട് പോയിട്ടുള്ളൂ. തെക്കോട്ട് കുറേ ആൾക്കാരുടെ മൈത്രി മേടിച്ച് തിരിച്ചു വന്നതാണ് രാമായണം, അല്ലാതെ ബാക്കിയൊന്നുമല്ല. രാവണനെ കൊന്ന. അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൊന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് പെടുത്തും? രാവണനെ കൊന്ന ആ കാര്യം എങ്ങനെ വിശദീകരിക്കും? മൈത്രി മാത്രമല്ലല്ലോ, സംഘർഷം ഉണ്ടായില്ലേ, ബാലിയെ കൊന്നു, എങ്ങനെ വിശദീകരിക്കും? ഈ ചോദ്യമൊന്നും ആരും ചോദിച്ചില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ ഈ സിന്ധു മുതൽ വിന്ധ്യൻ വരെ ഇങ്ങനെ തങ്ങി നിന്ന സാഹചര്യത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ രാമനെ പിടിച്ചു കൊണ്ടുവന്നു. അപ്പം ഈ രാമനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും അതിനെ 92 ഉപയോഗിക്കുന്നതും അയോധ്യ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഹിന്ദു ലാൻഡിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിൽ ഡിഫൈൻ ചെയ്ത പോലെ അതിനെ അവതരിപ്പിക്കണമെങ്കിൽ ഒരാൾ വേണം, തെക്കോട്ട് വന്ന ഒരാൾ വേണം. ബാക്കി ഒരാളും തെക്കോട്ട് വന്നില്ല. ചരിത്രം മുഴുവൻ തപ്പി, പുരാണം മുഴുവൻ തപ്പി. ഹിന്ദുത്വത്തിൽ തന്നെ അറിയാതെ ഒരു കാര്യം സവർക്കർ പറയുന്നുണ്ട്. ഈ ഭാരതം എന്ന് പല പുരാണങ്ങളിലും പറയുന്നത് മഹാഭാരതത്തെ പറ്റിയാണ്, അല്ലാതെ ഭാരത രാജ്യത്തെ പറ്റിയല്ല എന്ന് അദ്ദേഹം തന്നെ ഒരു വരി അറിയാതെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് തെരഞ്ഞാൽ കിട്ടിയില്ല, അങ്ങനെ ഒരു സങ്കല്പം കിട്ടിയില്ല, ദേശസങ്കല്പം കിട്ടിയില്ല. അപ്പോൾ പുള്ളിയായിട്ടുണ്ടാക്കി രാമനെ ഈ പറയുന്ന പോലെ അതിൻ്റെ നായകനാക്കുന്നു. ഇതാണ് RSS എടുക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൻ്റെ പ്രാക്ടീസ് പറയാൻ ഇനി നേരമില്ല. പ്രാക്ടീസ് ആണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. കാരണം ഈ എക്സിബിഷൻ അതാണ്. നിങ്ങൾ ഈ എക്സിബിഷനിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. 1946 ബീഹാർ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിൽ ഞാൻ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എഴുതുമ്പോൾ എൻ്റെ ഒരു വിചാരമായിരുന്നത്, ഇവരുടെ പ്രയോഗത്തിൻ്റെ ആദ്യത്തെ വലിയ പ്രയോഗം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി വധം ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാനും സുധീഷും മുരളിയൊക്കെ കൂടിയിട്ട് ബീഹാറിൽ നടക്കുമ്പോഴാണ് ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ അധികം വന്നിട്ടില്ല, ഇംഗ്ലീഷിൽ അതിൻ്റെ രേഖകൾ വന്നിട്ടില്ല. നവഖലിയിൽ എന്ത് നടന്നു, കൽക്കട്ടയിൽ എന്ത് നടന്നു ആ സമയത്ത് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. ഗാന്ധി അവിടെ ഉള്ളതുകൊണ്ട് ഗാന്ധി എല്ലാ ദിവസവും ഗാന്ധിയെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഗാന്ധിയെ വലുതായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആർക്കും ചെളിയെറിയാൻ പറ്റില്ല. ഗാന്ധിയുടെ വൈരുദ്ധ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കത് ഉപയോഗിക്കാമെന്നല്ലാതെ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള പ്രയാസം അത് ഓരോ ദിവസവും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഗാന്ധി അവിടെ ഉള്ളതുകൊണ്ട് ശ്രദ്ധ മുഴുവൻ അവിടെ. ഇവിടെ എന്ത് നടന്നു എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു, കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഒരു വലിയ ഗുണമുണ്ടായത്, ബീഹാർ ആർക്കൈവ്സ് നമ്മുടെ മുന്നിൽ തുറന്ന് ഇട്ട് തന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നന്ദിയോടെ ഇവിടെ സ്മരിക്കണം, NS മാധവൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഞങ്ങൾ പുറപ്പെടുമ്പോൾ പല തരത്തിലുള്ള കോണ്ടാക്ട്സ് ഞങ്ങൾക്ക് തന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലും പ്രവേശിക്കാൻ പറ്റി. ബീഹാർ ആർക്കൈവ്സിൽ എന്താണ് ബീഹാറിൽ നടന്നത് എന്നതിൻ്റെ ഒരുപാട് രേഖകളുണ്ട്, അത് കാണാൻ പറ്റി. രണ്ടാമത് കൺമുമ്പിൽ നമ്മൾ കാണാൻ പറ്റി, ഇതിൻ്റെ ഉള്ളിലൊരു പള്ളിയുടെ ചിത്രമുണ്ട്. ബറാറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയലിൻ്റെ നടുക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിയുണ്ട്, അല്ലെങ്കിൽ തകർന്ന ചില പള്ളികളുടെ ചിത്രങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ബറാറി, സുൽഫിപൂർ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ മുഹമ്മദ്പൂർ. നമുക്ക് ആ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മുസ്ലിങ്ങൾ അവിടെ ഒരു വലിയ തരത്തിൽ ഉണ്ടായ ഗണനീയമായ സാന്നിധ്യം. ഒറ്റ മുസ്ലിമില്ല. ആ പള്ളി കണ്ടാൽ അറിയാം, ചെറിയ പള്ളിയല്ല, അത് അത്യാവശ്യം നല്ല പള്ളിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം അത് ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നത്. വെൽ ബിൽറ്റ് പള്ളിയാണ്, വലുപ്പമുള്ള പള്ളിയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ബീഹാർ ക്ലോസ് ആയിട്ട് വായിച്ചാൽ മനസ്സിലായി. ഇപ്പം പോലും സെക്യുലറായിട്ട് ഹിസ്റ്ററി എഴുതുന്ന ആൾക്കാർ പോലും ഒന്നിച്ച് പറയാണ്, നവഖലി, കൽക്കട്ട, ബീഹാർ, ഡൽഹി എന്ന് പറയുന്ന ഒന്നിച്ച് പറയും. കാരണം അങ്ങനെ പറഞ്ഞാണ് പരിചയം. ബീഹാറിൽ വളരെ വ്യത്യസ്തമാണ്. 46 ഓഗസ്റ്റിൽ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നു ജിന്ന. കൽക്കത്തയിൽ വർഗീയ കലാപം ഉണ്ടാകുന്നു. അത് കമ്മ്യൂണൽ റയട്ടാണ്, എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ വയലൻസ് ആണ്. ഈവൻ നവഖലിയിൽ വരെ നമുക്ക് അങ്ങനെ പറയും, 2 വശത്തെ ആൾക്കാരും മരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ എണ്ണ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർ മരിച്ചു പോകുന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ പോലും
ഒരു കാര്യം പറയാൻ ചിലപ്പോൾ സോഷ്യോളജിക്കലായിട്ടുള്ളൊരു ഭാഷ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ കൽക്കട്ടയിൽ 5000 പേര് ഡയറക്റ്റ് ആക്ഷൻ്റെ മരിക്കുന്നുണ്ട്. അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ നവഖലിയിൽ വളരെ കുറച്ച് ആൾക്കാരെ മരിച്ചുള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗാന്ധിയുടെ ഒരു പ്രസൻസ്, ഗാന്ധി നവഖലിയിലേക്ക് പുറപ്പെടുന്നു എന്ന് പറയുന്ന വാർത്ത തന്നെ അവിടുത്തെ കലാപത്തിനെ ശമിപ്പിക്കുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ, ബാക്കി സ്വത്ത് നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബീഹാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. മുസ്ലിങ്ങൾ മാത്രമാണ് അവിടെ കൊല്ലപ്പെട്ടത്. 10,000-10,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. ജിന്ന എന്ന് പറയുന്നത് 30,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീഹാറിൽ നടന്ന ജനോസൈഡാണ്. അത് വംശഹത്യയായിരുന്നു. അത് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട ഒരു ഘട്ടമാണ്. ഇതാരും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, 48-ലാണ് ജനോസൈഡിനെ UN തന്നെ നിർവചിക്കുന്നത്. ഒരു മതപരമായ, വംശീയപരമായ, ഗോത്രപരമായ ഒരു ഗ്രൂപ്പിനെ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് കൊന്നു മാറ്റണം എന്നൊന്നുമില്ല, അതിനെ മാനസികമായി അവർക്ക് വളരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അവരുടെ കുട്ടികളെ കൺവെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മേൽ വലിയ തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശക്തി അടിച്ചേൽപ്പിച്ചിട്ട് അവരുടെ വില്ലിനെ തളർത്തി, ഇതൊക്കെ ജനോസൈഡിൽ പെടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ, ആ നിർവചനം നോക്കുകയാണെങ്കിൽ ബീഹാറിൽ ജനോസൈഡ് ആണ് നടന്നിട്ടുള്ളത്. 3.5 ലക്ഷം മുസ്ലിങ്ങൾ ഓടിപ്പോയി. അവിടെ അതിൽ തരേഗ്ന എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട്, മസൗറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സ്റ്റേഷനാണത്, റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് ഓടിയെത്തിയ മുസ്ലിംസിനെ ഏതെങ്കിലും വണ്ടി പിടിച്ച് എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുന്ന അവരെ ഒരു 100-ൽ താഴെ വരുന്ന മനുഷ്യരെ വെട്ടിക്കൊന്നു. ഇത് ആ രേഖകൾ, ഇപ്പോൾ സയ്യദ് മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രിയാണ് ഗാന്ധിക്ക് ഈ രേഖ കൊടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൽക്കത്തയിൽ ജിന്നയുടെ മുസ്ലിം ലീഗായിരുന്നു ഭരിച്ചിരുന്നത്. ബീഹാർ ശ്രീകൃഷ്ണ സിൻഹയാണ് ഭരിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ പറയുന്ന ജനോസൈഡ് നടന്നു എന്നുള്ളത് അവർക്ക് തന്നെ വലിയ തരത്തിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടാവും. അത് തെറ്റാണെന്നല്ല ശ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ബീഹാർ ഒരിക്കലും ഹിസ്റ്റോറിക്കലി വായിക്കപ്പെട്ടിട്ടില്ല. ശ്രീകൃഷ്ണ സിൻഹയും സയ്യദ് മഹ്മൂദും കൂടി ഈ സ്ഥലത്ത് സഞ്ചരിച്ചതിൻ്റെ ഒരു വിവരണം എനിക്ക് അവിടുന്ന് വായിക്കാൻ പറ്റി. അതാണ് ഗാന്ധിക്ക് ആദ്യമായിട്ട് ബീഹാറിൽ പോകണം എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാൻ പൈഗംപൂർ എന്ന് പറയുന്ന ചപ്ര ജില്ലയിൽ പൈഗംപൂരെത്തി. അപ്പോൾ ഞാനും ശ്രീബാബുവും കൂടി പോകുന്നു. കുറേ സ്ത്രീകൾ ഒരു മരച്ചോട്ടിലിരുന്ന് കരയുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു, ഇവർ മിണ്ടാൻ പറ്റുന്നില്ല. തിരിച്ച് ഞങ്ങൾ ഇടവഴി കൂടെ നടക്കുമ്പോൾ തലയോട്ടിയിലും എല്ലിലും ഞങ്ങളുടെ കാലുകൾ തടഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു അതിശയോക്തിയല്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ കൂട്ടക്കൊല അവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ നടന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഒരു വീടിനുള്ളിൽ ഒരാൾ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആ കാഴ്ച കണ്ടു എന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ അവരെൻ്റെ മടിയിൽ നിന്ന് എടുത്ത് 2ആയി മുറിച്ചു എന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ത്രീയുടെ ടെസ്റ്റിമോണി പറയുന്നത്, ഞാൻ എൻ്റെ പൈസ മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ആയിരക്കണക്കിന് വരുന്ന രൂപ എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടാണ്. അവർ പൈസ മുഴുവൻ മേടിച്ചിട്ട് എൻ്റെ 2 മക്കളെയും കൊന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബീഹാർ ഹിസ്റ്ററിയിൽ കിടക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ജിന്നയ്ക്ക് ശക്തി പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ ധിരാഷ്ട്രവാദം ചർച്ചയാകുമ്പോൾ 37 ഈ പറയുന്ന രത്നഗിരി പരീക്ഷണം കഴിഞ്ഞിട്ട് ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിട്ട് സവർക്കർ സ്ഥാനമേൽക്കുമ്പോൾ അന്ന് ജിന്ന 2 രാജ്യം മിണ്ടിയിട്ടില്ല, പാകിസ്ഥാനിൽ നിന്ന് മിണ്ടിയിട്ടില്ല. ഇദ്ദേഹമാണ് ആദ്യം പ്രസംഗിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനുള്ളിലെ 2 രാഷ്ട്രമാണ്. ഒരു രാജ്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ 2 രാഷ്ട്രങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഒരിക്കലും ഒന്നിച്ച് കഴിയാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് ആദ്യം പ്രസംഗിക്കുന്നത് 37 ഹിന്ദു മഹാസഭ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുമ്പോഴാണ്. 43 വീണ്ടും ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, 2 രാജ്യങ്ങൾ അത്യാവശ്യമാണ്. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് ജിന്നയോട് ഒരു വിരോധമില്ല എന്ന്. കാരണം ജിന്ന 40-ൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചു പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ അറിയേണ്ടത്, ഈ പറയുന്ന മുസ്ലിമും ഹിന്ദുവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന 2 കക്ഷികൾ, ജിന്നയുടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ സവർക്കറുടെ ഹിന്ദു മഹാസഭയും ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2ാം ലോക യുദ്ധം വന്നപ്പോൾ കോൺഗ്രസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള വിമർശനം പ്രഖ്യാപിക്കാൻ എല്ലാ പ്രവിശ്യ മന്ത്രിസഭയും രാജിവെക്കുകയാണ്. കോൺഗ്രസ് ആണ് ഭൂരിപക്ഷം മന്ത്രിസഭ. അന്ന് ഇവരെ രക്ഷിക്കാൻ ഓടി വന്ന 2 ആൾക്കാർ എന്ന് പറയുന്നത് ഈ 2 പേരാണ്. ഈ
ഇവർ രണ്ടുപേരും ഒന്നിച്ച് 3 സ്റ്റേറ്റ് ഭരിച്ചു. ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സിന്ധ് ഒന്നിച്ച് ഭരിക്കുകയാണ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് ഒന്നിച്ച് ഭരിക്കുകയാണ്, കൽക്കത്ത ബംഗാൾ ഒന്നിച്ച് ഭരിക്കുകയാണ്. ബംഗാൾ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയ കക്ഷിയാണ്, ഫസലുൽ ഹക്കിൻ്റെ കക്ഷിയാണ്. ആ മന്ത്രിസഭ ഉപപ്രധാനമന്ത്രിയായിട്ട് ശ്യാമപ്രസാദ് മുഖർജി ഇരിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന രണ്ടുപേരും ഈ നിരാഷ്ട്രവാദം കൊണ്ടുവന്ന ഈ രണ്ടുപേരും ഒരു പർട്ടിക്കുലർ സമയത്ത് ഒന്നിച്ച് ഭരിക്കുന്നുണ്ട്. അന്ന് സിന്ധ് ഗവൺമെൻറ് ഈ നിരാഷ്ട്രവാദം പ്രഖ്യാപിക്കുന്നുണ്ട്, പാകിസ്ഥാൻ വാദം പ്രമേയമായിട്ട് പാസ്സാക്കുന്നുണ്ട്. ഇത് പാസ്സാക്കുമ്പോൾ മന്ത്രിസഭയിൽ അംഗമാണ് സവർക്കറുടെ കക്ഷി, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിരാഷ്ട്രവാദം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അവരുടെ ഒരു 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 ലക്ഷ്യം തന്നെയായിരുന്നു. കാരണം ഇസ്ലാം അധിഷ്ഠിതമായിട്ടും ഒരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇസ്ലാം അധിഷ്ഠിത രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. 47 ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സവർക്കർ പറഞ്ഞു പാകിസ്ഥാൻ, ഇന്ത്യ, സിക്കിസ്ഥാൻ 3 രാജ്യമാക്കുക. അപ്പോൾ ഹിന്ദു രാഷ്ട്രം, മുസ്ലിം രാഷ്ട്രം, സിഖ് രാഷ്ട്രം ഉണ്ടായിക്കോട്ടെ, പിന്നെ നമുക്ക് പരസ്പരം കലഹിക്കുകയോ യുദ്ധം ചെയ്തോ ബലം പ്രയോഗിച്ചൊക്കെ ഒന്നാക്കണാക്കാം. CP രാമസ്വാമി അയ്യർ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം എത്തിയ കമ്പി സന്ദേശം സവർക്കറയാണ്. ഈ പറയുന്ന അഖണ്ഡ ഭാരതത്തിന് വേണ്ടി നിലകൊണ്ടുവന്ന് ഇന്നലെ മോഡി പ്രസംഗിച്ച RSSൻ്റെയും ഹിന്ദു മഹാസഭയിൽ സവർക്കറുടെ കമ്പി സന്ദേശമാണ് ആദ്യം CP രാമസ്വാമി അയ്യർക്ക് കിട്ടുന്നത്. അതിൽ പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നാന്ദിയായി ഒരു പ്രദേശത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചതിന് നിങ്ങൾക്ക് വലിയ അഭിനന്ദനം എന്ന് പറയുന്ന കമ്പി സന്ദേശമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ഡയറക്റ്റ് ആക്ഷൻ്റെ പ്രഖ്യാപിച്ചപ്പോൾ ജിന്ന പരാജയപ്പെടുകയാണ്. ജിന്ന വിചാരിച്ചത് ഇന്ത്യ മുഴുവൻ മുസ്ലിങ്ങൾ ഇളകും, അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ ചർച്ച ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. ബ്രിട്ടീഷ് അധികാര കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യും, കോൺഗ്രസ് നിർബന്ധിതാവുന്നതാണ് വിചാരിച്ചിരുന്നത്. ഡയറക്റ്റ് ആക്ഷൻ്റെ ശരിക്ക് പറഞ്ഞാൽ പരാജയമായിരുന്നു. ഡയറക്റ്റ് ആക്ഷൻ്റെ കൽക്കട്ടയെ മാത്രം ഒതുങ്ങിയെന്ന ഒരു പ്രശ്നമായി. ഇന്ത്യയിൽ ഒരു മുസ്ലിമും അത് ഏറ്റെടുത്തില്ല. അപ്പോൾ പരാജയപ്പെട്ട് കെടുക്കുമ്പോഴാണ് ഇപ്പുറത്ത് ബീഹാറിൽ പോയിട്ട് ഈ മുസ്ലിങ്ങളെ ജനോസൈഡ് നടത്തി. അതോടെ ജിന്നയ്ക്ക് വീണ്ടും ബലം വരികയാണ്. ജിന്ന പറഞ്ഞു, കണ്ടില്ലേ ഇവിടെ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു രാഷ്ട്രം ഇല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണമാണ് ബീഹാറിൽ നടന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ജിന്നയ്ക്ക് ഒരു ഉദാഹരണം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ബീഹാറിലെ കലാപം ചെയ്തത്. അതാണ് പാകിസ്ഥാൻ ഭാഗത്തിനെ ഉറപ്പിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ, ഈ രാജ്യം രണ്ടായി വെട്ടിമുറിച്ചതിൻ്റെ ഉത്തരവാദികൾ, നമ്മൾക്ക് ഇന്ന് ഇന്ത്യയിൽ ബാക്കിയുള്ള ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇവരാണ്. ഇവർ ഈ ഹിന്ദു വംശീയവാദികളാണ്, RSSകാരാണ്, അല്ലെങ്കിൽ ഇന്ന് BJP എന്ന് പറയപ്പെടുന്ന അവർ പിൻപറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഈ പൂർവ്വഗാമികളാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അവരാണ് 20 ലക്ഷം മനുഷ്യരെ കടപുഴക്കി എടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് എത്രയോ മനുഷ്യർ മരിച്ചുപോയി. ആ ഭാഗം നമുക്ക് വായിക്കാൻ പറ്റില്ല. വിഭജനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 2 ലക്ഷം മനുഷ്യർ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു, മറ്റേ സ്ഥലത്ത് എത്തിയിട്ടില്ല, ആവിയായി പോയി, കണക്കില്ല. ഇത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. എത്രയോ മനുഷ്യർ എവിടെയൊക്കെ വെച്ചിട്ട് എത്രമാത്രം അപമാനത്തിന് വിധേയമായി എന്നുള്ളതിന് നമുക്ക് ഉർവശി ഭൂട്ടാലിയുടെ പുസ്തകം ഉണ്ട്, ദി അതർ സൈഡ് ഓഫ് സൈലൻസ്. നിങ്ങൾ വായിച്ചു നോക്കണം. തൊട്ടടുത്ത് ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ്. അവരിത് എഴുതാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് അവരെ അനുഭവിച്ച അപമാനത്തിൻ്റെ കഥ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സമീപിച്ചത്. അവരുടെ മക്കൾക്കറിയില്ല, പേരക്കുട്ടികൾക്കറിയില്ല. കാരണം എന്നേക്കുമായി കുഴിച്ചു മൂടുക. കാരണം ഈ മക്കളുടെയും അല്ലെങ്കിൽ പേരമക്കളുടെയും ഒരു പക്ഷേ തങ്ങളുടെ ഫാമിലിയെ പറ്റി, തങ്ങളുടെ അമ്മയെ പറ്റി, തങ്ങളുടെ മുത്തശ്ശിയെ പറ്റി അവർ സൂക്ഷിക്കുന്ന ഇമേജ് പോലും മുടഞ്ഞു പോകുമെന്ന് പേടിച്ച് ഇവർ വീട്ടിൽ വരെ മിണ്ടിയിട്ടില്ല. അത്രമാത്രം ഈ പറയുന്ന ഒതുക്കി വെച്ചിട്ടുള്ള കഥയാണ്. മനുഷ്യരുടെ ജീവിതം മാത്രമല്ല, മനുഷ്യരുടെ മനസ്സ് തകർത്ത കഥയാണ് ഈ വിഭജനം. ഇതുണ്ടാക്കിയ മനുഷ്യരാണ് ഇന്ന് റെഡ് ഫോർട്ടിൽ നിന്നിട്ട് ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയും സമത്വത്തെ പറ്റിയും സാഹോദര്യത്തെ പറ്റിയൊക്കെ ഈ പറയുന്ന തരത്തിൽ ഉപന്യസിക്കുന്നത്. ഗാന്ധി നടത്തിയ 2 സത്യാഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ 47 സെപ്റ്റംബറിൽ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധി സ്വാതന്ത്ര്യം കിട്ടി. 15 ദിവസം കഴിഞ്ഞപ്പോൾ
ഗാന്ധി നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇരിക്കുകയാണ്. ആർക്കെതിരെയാണ്? ഇന്ത്യയിൽ പ്രതിപക്ഷം ഉണ്ടോ? ഒന്ന് സർവകക്ഷി മന്ത്രിസഭയല്ലേ. പിന്നെ ആർക്കെതിരെയാണ്? താൻ തന്നെ ഏറ്റവും വലിയ ഉന്നതമായ സമരരൂപം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നിരാഹാര സത്യാഗ്രഹം ആർക്കെതിരെയാണ് നടത്തുന്നത്? 73 മണിക്കൂർ ഇരുന്നു. 73 മണിക്കൂർ ഇരുന്നു. അതിലേക്ക് നയിച്ച സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗാന്ധിയെ കൊല്ലാൻ വരികയാണ്. ഗാന്ധി സുഹ്രവർദിയും കൂടി ഹൈദരി മനസ്സിൽ താമസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സുഹ്രവർദി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, ജിന്നയുടെ കക്ഷിക്കാരനായിരുന്നു. പോവുകയാണ്, വിഭജനം നടന്നു, പാകിസ്ഥാനിലേക്ക് പോവാനുള്ള സാഹചര്യമാണ്. ഗാന്ധി പറഞ്ഞു, പോകുന്നതിന് മുമ്പ് നമുക്കൊരു കടമയുണ്ട്. ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിമാണ്. ഞാൻ സസ്യാഹാരിയാണ്, നിങ്ങൾ മാംസാഹാരിയാണ്. ഞാൻ അർത്ഥനഗ്നനായ ആ തരത്തിലുള്ള വേഷവിധാനം ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾ കോട്ടും സൂട്ടും ഇടുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യനാണ്, നിങ്ങൾ പാകിസ്ഥാനിയാണ്. നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങൾ എണ്ണിയാൽ തീരാത്തുണ്ട്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ വ്യത്യാസങ്ങൾ എന്നത് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കാനുള്ള, അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാര്യമല്ല. വളരെ സുന്ദരമായി നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ താമസിക്കാം, എന്നിട്ട് പോവാം. അങ്ങനെ പിരിഞ്ഞാൽ വിഭജനം സംഭവിച്ചു, 2 രാജ്യങ്ങളായി. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഫ്രട്ടേണിറ്റി, 2 രാജ്യങ്ങളായാലും ആ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യം എന്ന് പറയുന്നത് അവിടെ നിൽക്കും. ബന്ധങ്ങളുടെ സാഹോദര്യമാണ്. ഇവർ 2 പേരും കൂടി താമസിക്കുകയാണ്. അപ്പോൾ തെരുവിൽ തല്ലുന്നു, തെരുവിൽ ഹിന്ദു മുസ്ലിം തമ്മിലടിക്കുന്നു. അവർ നോക്കുമ്പോൾ 2 നേതാക്കൾ സുഖമായിട്ട് വ്യത്യാസം മാത്രമുള്ള ആൾക്കാർ ഹൈദരി മനസ്സിൽ കഴിയുന്നു. ഇതാണ് ഹിന്ദു മഹാസഭയെ തടഞ്ഞു നിർത്തിയ ഒരു കാര്യം. അല്ലെങ്കിൽ ഹിന്ദു വംശീയവാദികൾ, RSSകാരും ഹിന്ദു മഹാസഭയൊക്കെ അവർ വർഗീയ കലാപം ഉണ്ടാക്കി മുസ്ലിങ്ങളെ മുഴുവൻ പറഞ്ഞയക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അവിടെ നിൽക്കുകയാണ്, അവിടെ സ്ട്രക്കാവുകയാണ്. ആഗസ്റ്റ് 30 രാത്രി ഗാന്ധിയെ കയറി ആക്രമിക്കാൻ വരുന്നുണ്ട്. ആ ഹൈദരി മനസ്സിൽ ഇടിച്ചു കയറി ആക്രമിക്കുന്നുണ്ട്. ഗാന്ധിയുടെ ഒരു മോറൽ സ്ട്രെങ്ത്തിൽ മാത്രമാണ് രക്ഷപ്പെടുന്നത്. നമ്മൾ ആലോചിക്കുന്ന 79 വയസ്സ് പ്രായമാണ്. ഒരു ഊതിന് മരിച്ചു പോവും, അല്ലാതെ ആക്രമിക്കൊന്നും വേണ്ട. ആ മനുഷ്യൻ ഇങ്ങനെ വന്ന് എന്നെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ പകച്ചിട്ടാണ് അവർ പോകുന്നത്. വലിയ സംഘമാണ് ആക്രമിക്കാൻ വരുന്നത്. ആ സംഘം തന്നെ അടുത്ത മണിക്കൂറുകളിലൊന്നിൽ 2 മുസ്ലിങ്ങളെ പോയി കൊല്ലുകയാണ്. തൊട്ടടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ പാവപ്പെട്ട ബീഹാറിൽ നിന്ന് ഓടി വന്ന് പണിയെടുക്കുന്ന 2 പേരെ കൊല്ലുകയാണ്. ഗാന്ധി ആ സൈറ്റിൽ എത്തുന്നുണ്ട്. അവിടെ എത്തുന്നുണ്ട്. ആ കാഴ്ച പ്യാരലാൽ എഴുതിയിട്ടുണ്ട്. 4 തുറുകണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കെടുക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ കോന്തലയ്ക്ക് 4 അണ കെട്ടിയിട്ടിട്ടുണ്ട്. ഗാന്ധി പതുക്കെ തൊട്ടടുത്ത് ഒരു തരം ഒരു മന്ത്രണം പോലെ പറയും, അത് 4 അണയല്ല, 25 പൈസയല്ല, അതവൻ്റെ ബാങ്കാണ്. അവൻ്റെ ജീവിതത്തിൽ ഏക സമ്പാദ്യം, ഇത്രയും കാലം ജീവിച്ചതിൻ്റെ സമ്പാദ്യമാണ് ഈ 4 അണ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇത് പോരാ, എൻ്റെ ഒരു ആക്ഷൻ മാറ്റണം എന്ന് പറഞ്ഞ് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോകുന്നു. 73 മണിക്കൂർ. അത് കഴിഞ്ഞ് ഡൽഹിയിൽ 5 ദിവസം, 48 ജനുവരി 13 മുതൽ 18 വരെ. ഈ നിരാഹാരങ്ങളില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി തീർന്നേനെ. കാരണം അത്ര വലിയ പ്ലാനായിരുന്നു അവർ. പറയുന്ന ഭരണഘടന ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അധികാര കൈമാറ്റം പിടിക്കുന്നതിന് മുമ്പ് ജിന്ന പാകിസ്ഥാൻ ഉണ്ടാക്കുക, നമ്മളിവിടെ ഹിന്ദു രാഷ്ട്രമാക്കി തീർക്കാന്ന്. ആ പ്ലാനാണ് പൊളിക്കുന്നത്. ബീഹാറിലെത്തുമ്പോൾ, നവഖലിയിൽ നിന്ന് ബീഹാറിലെത്തുമ്പോൾ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഗാന്ധിക്കുണ്ടാവുന്ന ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്ന വലുതാണ്. ആ ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ നമ്മൾ കരുതേണ്ട ഒരു ഘടകമാണ്. അല്ലാണ്ട് ഇതുമാത്രം കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പല തരത്തിലുള്ള ഘടകങ്ങൾ. അതുവരെ നവഖലിയിലും കൽക്കട്ടയിലും ഗാന്ധി പ്രസംഗിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലെ പെരുമാറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഖിലാഫത്ത് തൊട്ട് ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ കാലം തിരിച്ചു പിടിക്കുക എന്നാണ് ഗാന്ധി നിരന്തരമായി ആഹ്വാനം ചെയ്തിരുന്നത്. ഇങ്ങനെ ബീഹാറിൽ വന്ന് ഈ ജനോസൈഡ് കാണുമ്പോൾ ബാങ്കിപ്പൂർ മൈതാനത്ത് ഗാന്ധി നടത്തുന്ന പ്രസംഗത്തിൽ സൂക്ഷ്മമായൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവിടെ പ്രസംഗിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലല്ല, സഹോദരർ തന്നെയാണ്.
ആ സ്ഥലത്തേക്ക് ഉള്ള മാറ്റം എന്ന് പറയുന്നത് ഞാൻ ആകെ എൻ്റെ ജീവിതത്തിൽ ശ്രീനാരായണ ഗുരുവിലാണ് കണ്ടിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ജാതി നിർമ്മാർജ്ജനം ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞ് ജാതി ലക്ഷണവും ജാതി നിർണയവും എഴുതുമ്പോൾ ജാതി ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ജാതി നിർമ്മാർജ്ജനം ചെയ്യൽ, ജാതി ഇല്ല, ബാക്കി നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെ തട്ടിക്കളയാൻ എളുപ്പ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലല്ല, സഹോദരർ തന്നെയാണ് എന്ന് പറയുന്ന ആ കണ്ടുപിടുത്തത്തിൽ നിന്ന് അത് പലതരം വ്യത്യാസങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹിന്ദു മുസ്ലിം എന്നുള്ളതല്ല, പലതരം വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ ഒരു ആഴത്തിലുള്ള ഐക്യമുന്നണി എന്ന് പറയുന്നതാണ് ഫാസിസത്തിനുള്ള ഒരു മറുമരുന്ന്. ലോകം മറ്റൊരു മരുന്നും നമുക്ക് തന്നിട്ടില്ല. ആഴത്തിൽ ഐക്യമുന്നണി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തമ്മിൽ 100,000 വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. എനിക്കും നിങ്ങളും തമ്മിൽ കാലത്ത് ആദ്യത്തെ വാചകം തുടങ്ങി നമുക്ക് വ്യത്യാസങ്ങൾ എണ്ണി കണ്ടുപിടിക്കാം. പക്ഷേ ഒരു തരത്തിൽ നമ്മൾക്ക് വലിയൊരു ആപത്ത് നേരിടുമ്പോൾ നമ്മുടെ ജീവിത മൂല്യങ്ങൾ, നമ്മൾ വിശ്വസിച്ച കാര്യങ്ങൾ മുഴുവൻ കാറ്റിൽ പറക്കുമ്പോൾ ഈ ആഴത്തിൽ ഐക്യമുന്നണി ഉണ്ടാക്കേണ്ട ഒരു കാലമാണ്. ആ കാലത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ്, ഒരു ചെറിയ ഒരു ധൂളി മാത്രമാണ് ഈ എക്സിബിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഇരിക്കുന്ന മനുഷ്യർ മുഴുവൻ വിചാരിക്കേണ്ടത് നമ്മളൊക്കെ നമുക്ക് വലിയ തലച്ചോറുകളും സ്നേഹിക്കാൻ ഹൃദയമുള്ളവരാണ്. ഇത് മാക്സിമം പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാൻ വളരെ നീണ്ടുവെന്ന് എനിക്കറിയാം, ഇതെവിടെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് നീണ്ടത്. ഈ വലിയ മഴയിലും ഈ വലിയ കാറ്റിലും ഇത് കേൾക്കാനെത്തിയത് എന്നെ കണ്ടല്ല, മറിച്ച് ഒരു കോസിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. അതിന് നിങ്ങൾക്ക് എൻ്റെ സലാം.